السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ റമളാനിൽ നോമ്പെടുത്തുകൊണ്ട് ഈ റമളാനിൽ നമുക്ക് സാക്ഷിയാകാൻ സാധിച്ചത്. അല്ലാഹു നമ്മോട് കാണിച്ച ഏറ്റവും വലിയ ഔദാര്യമാണ് ഒരു റമളാൻ കൂടി ആരോഗ്യത്തോടെ നമുക്ക് തന്നു എന്നത്. അതുകൊണ്ട് തന്നെ ഈ റമളാൻ പൂർണ്ണമായി അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ കർമ്മരേഖകളിൽ തിളങ്ങി നിൽക്കുന്ന ഒരു റമളാനായി അല്ലാഹു ഈ റമളാനിനെ മാറ്റുമാറാകട്ടെ. കൂടുതൽ റമളാനിലേക്ക് അല്ലാഹു നമുക്ക് തുറവി നൽകുമാറാകട്ടെ. ഇൽമുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് പറയാനുള്ളത്. അറിവെന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ തുടക്കം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹയി കിട്ടുന്ന ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇഖ്റ, വായിക്കുക എന്ന് പറഞ്ഞു. അല്ലേ, മാ അന ബിഖാരിഇൻ, എനിക്ക് എഴുത്തും വായനയും അറിയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇബ്നു സഅദിൻ്റെ തൊബഖാത്ത് എന്ന ചരിത്ര ഗ്രന്ഥമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയുടെ പ്രസക്തമായ ഒരു ഗ്രന്ഥമാണ് ഇബ്നു സഅദിൻ്റെ തൊബഖാത്ത്. അതിൽ അദ്ദേഹം പറയുന്നത് മക്കയിൽ എഴുത്തും വായനയും അറിയുന്ന ആകെ 15 ആളുകളാണ് ഉണ്ടായിരുന്നതാണ്. അന്നത്തെ മക്കയുടെ പോപ്പുലേഷൻ
3000 ആ 3000 മക്കക്കാരിലാകെ 15 ആൾക്ക് മാത്രമാണ് എഴുത്തും വായനയും അറിഞ്ഞിരുന്നത്. ഒരു നിരക്ഷരനായ ഒരു പ്രവാചകനെ തെരഞ്ഞെടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ പല സ്ഥലത്ത് പറയുന്നുണ്ട്, അല്ലേ? ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ. ഉമ്മി എന്നത് അള്ളാഹുവിൻ്റെ റസൂലിന് ഒരു അലങ്കാരമായിട്ടാണ് സത്യത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. എഴുത്തും വായനയും അറിയാത്ത പ്രവാചകനെ അള്ളാഹു എഴുത്തും വായനയും പഠിപ്പിച്ചു എന്നാണ്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇതിൻ്റെ സൂറത്തു അലഖയുടെ ആദ്യത്തെ 5 ആയത്തുകളാണ്. ആലോചിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു കൃത്യമായിട്ട് ഖുർആൻ വഹയിലൂടെ പഠിപ്പിച്ച് ആ ഖുർആൻ നമുക്ക് ഓതിത്തന്ന് എങ്ങനെയാണ് ഒരു വിശ്വാസി ഒരു ജീവിക്കേണ്ടത്, അല്ലേ? മനുഷ്യർക്ക് മുഴുവൻ മാർഗദർശന ഗ്രന്ഥമായി, ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും മാർഗദർശക ഗ്രന്ഥമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ അവതരിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അറിവെന്ന് പറയുമ്പോൾ ശരിക്കും അതിൻ്റെ തഫ്സീറിൽ കാണാം 2 തരത്തിലുള്ള അറിവുണ്ട്. അള്ളാഹുവിനെയും റസൂലിനെയും ദീനിനെയും സംബന്ധിച്ചിട്ടുള്ള വഹി, അള്ളാഹുവിൽ നിന്നുള്ള അറിവ്. അതേപോലെ തന്നെ മനുഷ്യൻ അവൻ്റെ ഗവേഷണം കൊണ്ടും പഠനം കൊണ്ടുമെല്ലാം നേടിയ, നമ്മളീ കാണുന്ന ശാസ്ത്രശാഖകളുമായി പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ഈ വിജ്ഞാന കോശങ്ങൾ, അല്ലേ? അതെല്ലാം അള്ളാഹു മനുഷ്യനെ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ നോക്കി, മനുഷ്യൻ്റെ പ്രത്യേക ലോകത്ത് മറ്റേതൊരു ജീവികൾ നമ്മൾ എടുത്താലും അവരാരും എഴുതാറില്ല. കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകളുണ്ട്, ലാംഗ്വേജ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും എഴുതുന്ന ഒരു ജീവി അത് മനുഷ്യൻ മാത്രമാണ്. അല്ലമൽ ഖലഖൽ ഇൻസാൻ ഇഖ്റഅ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു എന്നാണ്. അപ്പോൾ മനുഷ്യന് മാത്രമാണ് എഴുതാനുള്ള ഒരു കഴിവുള്ളത്. വേറെ എത്ര വലിയ ബുദ്ധിയുള്ള നമ്മൾ പോലീസ് നായയാണെങ്കിൽ പോലും അത് ഇതേവരെ എഴുതിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അത് മനുഷ്യൻ അള്ളാഹു നൽകിയ വലിയൊരു കഴിവാണ്. തലമുറകളിലൂടെ അവൻ നേടിയ വിജ്ഞാനം നിലനിർത്താൻ, അല്ലേ? നമ്മളിപ്പോഴും നമ്മളെ മുൻഗാമികൾ അവസാനിപ്പിച്ചേടെന്നാണ് നമ്മളുടെ റിസർച്ചുകളും പഠനങ്ങളുമെല്ലാം തുടർത്തി കൊണ്ടുപോകുന്നത്. ലിറ്ററേച്ചർ അങ്ങനെ പരന്നു കിടക്കുകയാണ്. മനുഷ്യൻ്റെ ചരിത്രം മുതൽ, അത് രേഖപ്പെടുത്തിയത് മുതൽ ആ ചരിത്രം അങ്ങനെ പടർന്നു കിടക്കണം. അതൊക്കെ അള്ളാഹു മനുഷ്യന് നൽകിയ വലിയ ഔദാര്യമാണ്, വലിയ മനുഷ്യന് നൽകിയ കഴിവുകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അറിവെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര ആൾക്കാരെ ലോക ചരിത്രത്തിൽ എത്ര സമ്പന്നന്മാരറിയാൻ പറ്റും? നിങ്ങൾ വെറുതെ ആലോചിച്ച്, നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ജീവിച്ചിരിക്കുന്ന കുറച്ച് സമ്പന്നന്മാരുടെ പേരറിയാമെന്നല്ലാതെ ചരിത്രത്തിൽ മുൻകഴിഞ്ഞു പോയ ഏറ്റവും വലിയ ധനാഢ്യന്മാരായ എത്ര ആളുകളുടെ പേര് നിങ്ങൾക്ക് അറിയാൻ പറ്റും? നമുക്ക് ആകെ അറിയാം ഖാറൂനാണ്, അത് ഖുർആൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ്. വേറെ ഇപ്പോൾ ഒരു പഴയ മൊയലാളിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ നമുക്കങ്ങനെ പെട്ടെന്ന് കിട്ടൂല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, അല്ലേ? ഏറ്റവും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ആ പേര് നമുക്ക് സുപരിചിതമാണ്. എത്രയോ ഹദീസുകൾ നമുക്ക് എത്തിച്ചു തന്നതിൽ വലിയ പങ്ക് വഹിച്ച മഹാനായ സഹാബി വര്യനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പല ദിവസങ്ങളിലും പട്ടിണിയായിരുന്നു. അദ്ദേഹം പട്ടിണിയായിട്ട് ബോധം കെട്ട് കിടക്കുന്ന അവസ്ഥ വരെ മദീന പള്ളിയിൽ സഹാബികൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞതായിട്ട് കാണാൻ പറ്റും, അല്ലേ? ഇപ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, നിങ്ങൾക്കറിയാം ഖാലിദ് ബിൻ വലീദ്, വളരെ കുറച്ച് ആൾക്കാരെ ചിലപ്പോൾ അറിയുണ്ടാവുള്ളൂ. പക്ഷെ അതിനേക്കാൾ ഖാലിദ് ബിൻ വലീദ് എത്രയും ഹദീസ് റിപ്പോർട്ട് ചെയ്തെന്ന് ചോദിച്ചാൽ ആർക്കും അറിയുണ്ടാവില്ല. പക്ഷേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അല്ലേ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം ബുഖാരി, ഇങ്ങനെ എത്രയോ ആളുകൾ നമുക്ക് സുപരിചിതമാണ്, നമ്മൾ കേട്ടിട്ടുണ്ട്. സഹോദരങ്ങൾ, അവരെന്തുകൊണ്ടാണ് അവർ പ്രശസ്തരായത്? അവരുടെ അറിവ് കൊണ്ടാണ്. അവരുടെ ജീവിതത്തിൽ നേടിയ അറിവ് അതവർ രേഖപ്പെടുത്തുകയും അടുത്ത തലമുറക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുകയും അവർ വലിയ മാതൃക കാണിച്ചു എന്നുള്ളതാണ്, അല്ലേ? മാതൃക എന്ന് പറഞ്ഞാൽ അവർ ആ അറിവ് എഴുതി എന്നത് മാത്രമല്ല, ആ അറിവ് അനുസരിച്ച് അവർ ജീവിച്ചു എന്നുള്ളതാണ്. അവരിൽ നിന്ന് ഇൽമെടുക്കാൻ വരുന്ന ആളുകൾക്ക് ആ അറിവുള്ളവർ എന്നതിനപ്പുറം ആ അറിവ് പ്രാവർത്തികമാക്കുന്നു, അതുകൊണ്ട് അമല് ചെയ്യുന്നവർ എന്നുള്ള ഒരു ഖ്യാതി കൂടി അവർ നേടി. അപ്പോഴാണ് ഒരാളുടെ അറിവ് പൂർണ്ണമാകുക. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ്റും.
പഴയതിനേക്കാളൊക്കെ ഏത് ഹദീസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് അത് സഹീഹാണോ ലഹീഫാണോ, ഇപ്പോൾ എന്താണ് ഖുർആനിൻ്റെ കാഴ്ചപ്പാട് ഓരോ വിഷയത്തിലും. ഒരു ഖുർആൻ മുഴുവൻ പഠിക്കണം എന്ന് പോലുമില്ല, നമുക്ക് അറിയണമെന്നോ അറബി അറിയില്ലെങ്കിലും നമ്മൾ ചാറ്റ് GPT ചോദിച്ചാൽ മതി. നമുക്കെന്താ വിശുദ്ധ ഖുർആനിൽ ഈ വിഷയത്തിൽ എന്താണ് ഖുർആനിൻ്റെ കാഴ്ചപ്പാട് എന്താന്ന് ചാറ്റ് GPT ചോദിച്ചാൽ ചാറ്റ് GPT ഇങ്ങനെ അക്കട്ട് ചോദ്യത്തിന് ഉത്തരം എഴുതണം, പരീക്ഷയ്ക്ക് ഉത്തരം എഴുതണ പോലെ നമുക്ക് ഇങ്ങനെ പറഞ്ഞുതരും. 1, 2, 3, 4 അതിനൊക്കെ കൃത്യമായിട്ട് ആയത്ത് ഇങ്ങനെ പറഞ്ഞുതരും, ഇന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന്. അപ്പോൾ ഇൻഫർമേഷൻ നമുക്കൊരു പ്രശ്നമല്ല. പണ്ടത്തെ കാലത്തൊക്കെ എന്താ വെച്ചാൽ ആ ഇൻഫർമേഷൻ നേടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം അറിയണമെങ്കിൽ നമ്മളത് പഠിക്കണം, പഠിച്ചാലേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ സഹോദരങ്ങൾ, ഇന്ന് അങ്ങനല്ല. ഇന്ന് നമുക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഏത് സാധനം കണ്ടെത്താൻ, നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ വലിയ ഒരു വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, നമ്മൾ നേടിയ ഈ അറിവുകൾ, ആ അറിവുകൾ ഇവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരാളൊരു അറിവ് നേടുന്നതോടുകൂടി ആ അറിവ് ഇവിടെ അവസാനിക്കണില്ല. നമ്മൾ നേടിയ അറിവ് നമ്മളതൊരാൾക്ക് പകർന്നു നൽകുന്നതിലൂടെ അത് നമ്മുടെ മരണാനന്തര ജീവിതത്തിലേക്കും അത് കടന്നു വരികയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു യാസീനിൻ്റെ ആയത്തിൽ ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. തീർച്ചയായും നാം മരിച്ചവരെ ജീവിപ്പിക്കും, അവർ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളും അതിൻ്റെ അനന്തര ഫലങ്ങളും നാം രേഖപ്പെടുത്തി വെക്കുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹു നമ്മൾ ചെയ്തത് മാത്രമല്ല, നമ്മൾ ചെയ്തതിൻ്റെ അനന്തര ഫലമായി ഈ ലോകത്ത് എന്തൊക്കെ സംഭവിക്കുന്നു അതൊക്കെ പടച്ചോൻ രേഖപ്പെടുത്തുന്നതാണ്. അല്ലേ, നമ്മളെ കുട്ടിക്ക് ചെറിയൊരു കാര്യം അല്ലേ, അൽ ഉമ്മു മദറസത്തുൻ, നമ്മൾ പറയണ്ട അൽ ഉമ്മു മദറസത്തുൻ. മദ്രസയിൽ ഉസ്താദ് ബിസ്മി ചെല്ലണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സഹോദരങ്ങളെ, അതിൻ്റെ തെർബിയത്ത് നടക്കുന്നത് നമ്മളെ വീട്ടിലാണ്. അല്ലേ, നമ്മളെ കുട്ടിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ മോനെ ബിസ്മി ചെല്ലണം എന്ന് നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവനതൊരു ശീലമായി മാറുകയാണ്. ഉസ്താദ് പഠിപ്പിച്ചത് കൊണ്ട് മാത്രം എന്ത് ചെയ്യൂല, അത് ഭക്ഷണം കഴിക്കുമ്പോൾ ചെല്ലണം എന്നില്ല. നമ്മൾ തർബിയത്ത് വീട്ടിൽ നിന്ന് കൊടുത്താലേ, നമ്മൾ ചെല്ലുന്നവരായാലേ കുട്ടി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ചെല്ലുള്ളൂ. അല്ലെ, നമ്മൾ ചെല്ലാത്തവരാണെങ്കിൽ, നമ്മൾ സുബൈക്ക് സമയത്തിന് എണീക്കാത്തവരാണെങ്കിൽ കുട്ടി എപ്പോഴും കാണുന്ന എന്താണ്, സുബൈ ഖളാ ആയിട്ട് നിസ്കരിക്കുന്ന ഒരു വാപ്പാനിയും മാനിയാണെങ്കിൽ ആ കുട്ടീനോട് എങ്ങനെയാണ് സഹോദരങ്ങളെ സമയത്ത് നിസ്കരിക്കണമെന്ന് ഉസ്താദ് പറഞ്ഞിട്ട് എന്ത് മാറ്റാൻ ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് കൃത്യമായൊരു തർബിയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കുമ്പം ആ അറിവ് പ്രയോഗവൽക്കരിക്കപ്പെടുമ്പോഴാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഗുണം ഉണ്ടാകുക. ഇൻഫർമേഷനും നോളജും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇൻഫർമേഷൻ നമുക്ക് നോക്കിയാലും വായിച്ചാലൊക്കെ കിട്ടും, പക്ഷേ അത് അറിവായി മാറണമെങ്കിൽ അത് നമ്മളെ ജീവിതത്തെ സ്വാധീനിക്കണം, ജീവിതത്തിൽ അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയണം, അത് അമലായി മാറണം. നമ്മളെ ജീവിതം അതുകൊണ്ട് മാറുമ്പോഴാണ് സഹോദരങ്ങളെ അത് ഒരു നാഫി ആയ ഉപകാരപ്രദമായ അറിവായി. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ വിഷയങ്ങളിലും നമുക്കിഷ്ടം പോലെ അല്ലേ, ഇപ്പോൾ ഇവിടെ നടക്കുന്ന, നമ്മളിപ്പോൾ പരിശോധിച്ചാൽ മനസ്സിലാകും, ഇവിടെ നടക്കുന്ന MDMകൾ, അതേപോലെ തന്നെ ലഹരികൾ, എല്ലാത്തിലും ഒരു പക്ഷേ നമ്മൾ മദ്രസയിലൊക്കെ 10-12 കൊല്ലം പഠിച്ചവരാണ്, പള്ളിയിൽ വരുന്നവരാണ് അല്ലേ, ജമാഅത്തിന് പോലും ഒരുപക്ഷെ നമ്മൾ കാണുന്ന ആളുകൾ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളിൽ ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ അല്ലേ, ഇത്രയധികം സംഘടനകളും ഇത്രയധികം ആളുകളൊക്കെ കൃത്യമായിട്ട് ഇവിടെ വ്യവസ്ഥാപിതമായി മതപഠന സംവിധാനങ്ങളും മദ്രസകളും ഇല്ല ഈ നാട്ടിൽ, ഇത്രയും മോശമായ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പം അത് അറിവില്ലാത്തത് കൊണ്ടല്ലല്ലോ അല്ലേ, ഇൻഫർമേഷൻ അവർക്ക് കിട്ടാത്തത് കൊണ്ടോ അവരതിനെപ്പറ്റി മനസ്സിലാക്കാത്തത് കൊണ്ടോ അല്ല, അത് പ്രയോഗവൽക്കരിക്കുന്നിടത്ത്, അത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു വൈബായി മാറ്റാൻ കഴിയുന്നിടത്ത് നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ ഊന്നൽ നൽകേണ്ട ഒരു മേഖലയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ ശിഷ്യന്മാരും എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ നോക്കും. അവിടെയാണ് ഇതിൻ്റെ വ്യത്യാസം കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത അതേ കാര്യമാണ് നമ്മൾ മദ്രസയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷേ ആ അനുചരന്മാർക്കുണ്ടായ മാറ്റം നമ്മുടെ മക്കളിൽ നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ട് സഹോദരങ്ങളെ? നമ്മുടെ സമീപനത്തിൽ മാറ്റമുണ്ട്, നമ്മളെ ആറ്റിറ്റ്യൂഡിൽ മാറ്റമുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആലോചിക്കുക, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ബാക്കിയാകുക? ഒന്നും ബാക്കിയാവില്ല. നമ്മളെ സ്വത്ത് സമ്പത്തൊക്കെ വീതിച്ചെടുക്കും. നമ്മളെക്കുറിച്ചൊരു ചർച്ച അല്ല, പിന്നെ
നമ്മളെക്കുറിച്ചൊരു ചർച്ച. നിങ്ങൾ ആലോചിക്കുക, എത്ര വലിയ ആളാണെങ്കിലും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്ന ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പവർഫുൾ ആയ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? അയാൾ മരിച്ചാലും സഹോദരങ്ങളെ, ഇവിടെ ചാർട്ട് ചെയ്ത എല്ലാ ഫ്ലൈറ്റും അത് സമയത്തിന് പുറപ്പെടും, അതൊന്നും ക്യാൻസൽ ആവില്ല. ലോകത്താര് തന്നെ മരിച്ചാലും ഒന്നും ഇവിടെ ചുക്കും സംഭവിക്കൂല. ഇവിടെ നാളെയും പെരിന്തൽമണ്ണ ട്രാഫിക്കിൽ തിരക്കുണ്ടാവും, ആ തിരക്കിനൊരു കുറവുണ്ടാവില്ല. അതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാവില്ല. നമ്മൾ പോയാൽ നമ്മൾ പോയി, അത്രേ ഉള്ളൂ. നമുക്ക് മാത്രമാണ് നഷ്ടം, നമുക്ക് മാത്രമാണ് നഷ്ടം. എന്താണ് ബാക്കി? അതിനെപ്പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് ബാക്കിയാ? ഞങ്ങൾ ആലോചിച്ച് നോക്കി. ഉപകാരപ്രദം. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അല്ലാഹു റസൂൽ പറയുന്നത് എന്താണ്? ഇദാ മാതൽ ഇൻസാൻ ഇൻഖതഅ അമലുഹു, ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ കർമ്മങ്ങൾ മുറിഞ്ഞു പോവുകയാണ്. ഇല്ലാ മിൻ സലാസ, 3 കാര്യങ്ങളല്ലാതെ. ഒന്നാമത്തെ എന്താ അറിയോ? സ്വതഖത്തുൻ ജാരിയത്തുൻ. സ്വതഖത്തുൻ ജാരിയത്തുൻ, നിലനിൽക്കുന്ന സ്വതക്കകളാണ്. അല്ലേ? നമ്മൾ യതീംഖാനൻ്റെ വരുമാനത്തിനൊരു പീഡിയമുറി കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ കാലാകാലം വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും. അല്ലേ? പള്ളിക്കൊരു റൂം കൊടുത്തിട്ടുണ്ട്. അല്ലേ? തൻ്റെ റോഡ് സൈഡിലുള്ളൊരു റൂമിൽ ഒരു റൂമിൻ്റെ വരുമാനം പള്ളിക്ക് കൊടുത്തിട്ടുണ്ട്, മദ്രസക്ക് കൊടുത്തിട്ടുണ്ട്. ചില ആളുകൾ പണ്ട് തെങ്ങൊക്കെ കൊടുക്കുന്നു. തെങ്ങ്, അങ്ങനത്തെ കുറച്ച് നിലനിൽക്കുന്ന സാധനങ്ങൾ, അതൊക്കെ എന്താ അറിയോ? അതൊക്കെ ഖബറിലേക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ എന്താ അറിയോ? ഔ വലദുൻ സ്വാലിഹ്, ഒരു സന്താനം, നല്ല ഒരു മക്കള്, നല്ല മക്കള്, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള്, മാതാപിതാക്കൾക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, അല്ലേ, സൽക്കർമ്മ സമ്പുഷ്ടമായ ജീവിതം നയിക്കുന്ന മക്കള്. ആ സൽക്കർമ്മത്തിന് എന്തിനാ സഹോദരങ്ങളെ മാതാപിതാക്കൾക്ക് പ്രതിഫലം കിട്ടുന്നത്? കാരണം അതിൽ മാതാപിതാക്കൾക്ക് വലിയ റോളുണ്ട്. മാതാപിതാക്കൾക്ക് വലിയ റോളുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അത് വിസ്മരിച്ചുകൂടാ. പിന്നെ അറിവാണ് ഇൽമിൻ യുൻതഫിഉ ബിഹി, ഉപകാരപ്രദമായ അറിവ് നമ്മൾ ബാക്കി വെച്ച് പോയാൽ, നമ്മളൊരു കിതാബ് എഴുതി ഒരു നല്ല കാര്യം, നിങ്ങൾ ഒരു ഡോക്ടറാണോ, തൻ്റെ ശിഷ്യന്മാരെ നല്ല ചികിത്സയുടെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു എഞ്ചിനീയറാണോ, മെക്കാനിക്കാണോ, തൻ്റെ ശിഷ്യനെ നല്ല കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ എങ്ങനെ വണ്ടി നന്നാക്കി കൊടുക്കാമെന്നൊരു ട്രിക്ക് നിങ്ങൾ അവന് പഠിപ്പിച്ചു കൊടുത്താൽ അത് ഉപകാരപ്രദമായ അറിവാണ്. അതിന് പ്രതിഫലം കിട്ടും. ഹദീസും ഖുർആനും മാത്രമല്ല, ജനങ്ങൾക്ക് ഉപകാരമുണ്ടാക്കുന്ന എന്തും അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട എന്തിനേയും ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ പ്രതിഫലം കിട്ടും സഹോദരങ്ങളെ. അപ്പോൾ ഇതൊന്നും നഷ്ടപ്പെടില്ല. നമ്മൾ കുട്ടീനെ, അല്ലേ, ശരിക്കും ആൾക്കാർ പറയും, അല്ലേ, ഒന്ന് മുസാഫ് എടുത്ത് ചോദടാ എന്ന് നമ്മൾ പെരയിൽ പറഞ്ഞ വല്ലാത്ത മെനക്കെടാണ്. 1 വട്ടം 2 വട്ടം 3 വട്ടം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കൂല. ചില പറയും ഞാൻ തോറ്റുകണെന്നൊക്കെ പറയും. നിങ്ങൾ വേറെ എന്തെങ്കിലും പറഞ്ഞു നോക്കി, യൂട്യൂബ് എടുത്തിട്ട് ഈ ആ ഗെയിം എങ്ങനെ കളിച്ചാന്നുള്ള ആപ്പ്, അല്ലെങ്കിൽ എന്താണ് ബാഴ്സലോണയിൽ 9ാം നമ്പർ കളിക്കാരനെ ആരാ നിങ്ങൾ ചോദിച്ചു നോക്കി, ടപ്പട്ട നിങ്ങൾക്ക് പറഞ്ഞുതരും. നിങ്ങൾ അറിയാത്ത ക്ലബിൻ്റെ വരെ ആൾക്കാരെ പേര് കുട്ടികൾ പറഞ്ഞുതരും. നമുക്ക് മനസ്സിലാകാത്ത വണ്ടിൻ്റെ സ്പെസിഫിക്കേഷൻസ് വരെ നമ്മളെ കുഞ്ഞു മക്കൾ നമുക്ക് പറഞ്ഞുതരും. അവർക്ക് നല്ല വിവരം ഉണ്ടാകും കാര്യത്തിൽ. പക്ഷേ സഹോദരങ്ങൾ, നമ്മൾ ഖുർആൻ എടുത്ത് ചോദാൻ പറഞ്ഞാൽ, അല്ലേ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാരുടെ പേര്, അല്ലെ, ആരാണ് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് എന്ന് ചോദിച്ചാൽ അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മൾ പ്രോത്സാഹനം നൽകണം. അവിടെയാണ് സഹോദരങ്ങളെ നമുക്ക് മാറ്റമുണ്ടാക്കാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ മക്കളോട്, മോനെ നീ ബിസ്മി ചെല്ലണം, നീ പള്ളിയിലേക്ക് വലതുകാല് വെച്ച് കയറണം. ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്താലും നമ്മളാണ് സുബൈക്ക് പള്ളിയിൽ കൊണ്ടുപോകുന്നത്, നമ്മളെ കൂടെയാണ് നോമ്പിന് ലൂറിന് പള്ളിക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആ നേരത്തെ ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ചാൽ മതി. അങ്ങനെ നിരന്തരമായി ഓർമ്മപ്പെടുത്തുമ്പോൾ സഹോദരങ്ങൾ അതൊരു ശീലമായി മാറും. ആ ശീലം ആ കുട്ടി തുടർത്തുന്ന കാലത്തോളം അതിന് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ആ കുട്ടി വലുതായി അത് തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും അതിന് നമുക്കൊരു ഷെയർ ഉണ്ട് എന്നാണ്. നിങ്ങൾ ആലോചിക്ക്, തിന്നുമ്പം ബിസ്മി ചെല്ലണമെന്ന് നമ്മൾ ശീലിപ്പിച്ചതാണെങ്കിൽ ഒരു പക്ഷേ ചെല്ലുമ്പം ഇഖ്ലാസ് ഇല്ലാതെ ചെല്ലിയാൽ ചിലപ്പം കൂലി കുറയും. പക്ഷെ അത് പഠിപ്പിച്ചെടുത്തവന് കൂലി കുറയില്ല, പഠിപ്പിച്ചെടുത്താക്ക് കൂലി കുറയണില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ അത്രയും അത്ഭുതമാണ് അള്ളാന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാണ്ടല്ലോ മാലിക് യൗമിദ്ദീൻ. നമ്മൾ നിരന്തര നിസ്കാരത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന എന്തിനാ നിങ്ങൾ ഇതൊക്കെ ലൈവാകാൻ വേണ്ടിയിട്ടാണ്. ഒരു ദിവസം ഇങ്ങനെ 17 പ്രാവശ്യം മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ നാളെ യൗമുദ്ദീൻ്റെ ഉടമസ്ഥനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനൊക്കെ പ്രതിഫലം നൽകും, അല്ലേ, തൻ്റെ കുട്ടി. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വെറുതെ ആവില്ല. ഈ കുട്ടികളെ മദ്രസക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ നോമ്പിനൊക്കെ എന്താ പറയുക, ഒന്ന് നിസ്കരിച്ച് കണ്ട് ഒന്നുകൊണ്ട് ഉറങ്ങാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അത് ചിലപ്പോൾ നടക്കാത്ത എന്താ പറയുക, മദ്രസക്ക് പറഞ്ഞേക്കണം. അപ്പോൾ അവിടെ ഉറങ്ങിയ കുട്ടികൾ മദ്രസക്ക് പോവില്ല. അപ്പോൾ ചില ആൾക്കാർ കഷ്ടപ്പെട്ടൊക്കെ നിന്നിങ്ങനെ കണ്ണൊക്കെ വരുത്തി പിടിച്ച് കുട്ടീനെ മദ്രസക്ക് നേരെ നിൽക്കും ഉറങ്ങാൻ വേണ്ടിയിട്ട്. അതൊക്കെ നഷ്ടമല്ല, ഒന്നും നഷ്ടാവില്ല എന്നാണ്. ഇങ്ങനത്തെ ഏത് നന്മയിലേക്കും നിങ്ങൾ എടുക്കുന്ന എല്ലാ സ്ട്രെയിനും സഹോദരങ്ങളെ അള്ളാഹു ഭയങ്കരമായ പ്രതിഫലം നൽകും. പ്രത്യേകിച്ച് ഇൽമുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി,
ഇൽമുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ വളരെയധികം പ്രതിഫലമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഇതൊന്നും നഷ്ടമാവില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതാണ് ഈ അള്ളാഹു പഠിപ്പിച്ച, അള്ളാഹുവിൻ്റെ വഹിയിലൂടെ വന്ന ഖുർആനും ഹദീസുമാകുന്ന വഹിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് അതാണ്. അത് നമ്മൾ പഠിപ്പിക്കാനെടുക്കുന്ന സമയവും എനർജി ഒന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല, നമുക്ക് വേസ്റ്റ് ആവില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നമ്മൾ നല്ല ശ്രദ്ധിക്കുക. മാത്രമല്ല അങ്ങേയറ്റത്തെ പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കണം. അതാണ് നിയ്യത്ത് നന്നാക്കണം. നമ്മളിത് ചെയ്യുമ്പോൾ എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ടല്ല. നമ്മളിപ്പോൾ എന്തായാലും മദ്രസിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ കുട്ടികൾ തലേന്ന് ഓദിപ്പിക്കുക എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷേ അതൊരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നല്ലൊരു മനസ്സോടുകൂടി ചെയ്യുമ്പം അതിന് വലിയ പ്രതിഫലം ഉണ്ടാവും. അതേപോലെ ഇൽമുമായി ബന്ധപ്പെട്ട് അത് അന്വേഷിക്കുന്ന ആൾ, അതിനുവേണ്ടി നമ്മളെടുക്കുന്ന എല്ലാ സ്ട്രെയിനും, ഒരു ഖുർആൻ ക്ലാസ്സിന് പോണതാണെങ്കിലും എല്ലാത്തിനും നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് എന്നാണ് റസൂലിനെ കുറിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ബി ത്വരീഖൻ ഇലൽ ജന്ന. സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ്, എളുപ്പമാക്കി കൊടുക്കുന്നെങ്കിൽ. മാത്രമല്ല നോക്കി, അറിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോൾ ബനു ഇസ്രായേലിൻ്റെ കഥ അറിയാം. ബനു ഇസ്രായേലിൽ 99 ആളെ കൊന്ന ഒരാളെ കഥ നമ്മൾ പല സന്ദർഭങ്ങളിലും കേട്ടിട്ടുണ്ട്. നിങ്ങൾ വെച്ചാൽ ആ 99 ആളെ കൊന്ന ഒരാൾ ആദ്യം ചെന്ന് ചോദിക്കുന്നത് ഒരാളോടാണ്. നല്ല ആബിദായ, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന, നല്ല ഇബാദത്തുകൾ ചെയ്യുന്ന ഒരു മനുഷ്യനോടാണ് ആദ്യ ആൾ പോയി ചോദിക്കുന്നത്, ഈ 99 ആളെ കൊന്ന എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി എന്തായാലും ഇല്ല എന്നാണ്. നല്ല ഇബാദത്തും നല്ല നിസ്കാരം നോമ്പായിട്ട് നടക്കുന്ന ഒരാളോട് ചെന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണ് 99 ആളെ കൊന്ന എനിക്ക് പുറത്തു തരുമോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? എനിക്ക് പുറത്തു തരില്ല എന്ന് തന്നെ പറയല്ലേ. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹം ഒരു പണ്ഡിതനെ പോയിട്ട് കാണുകയാണ്, ഒരു ആലിമിനെ പോയിട്ട് കാണുകയാണ്. ആ ബനു ഇസ്രായേലിൽ ഒരു പണ്ഡിതനെ പോയിട്ട് കണ്ടിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് 99 ആളെ കൊന്ന എനിക്ക് തൗബ ഉണ്ടോന്നോ, എനിക്ക് പുറത്ത് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ, എനിക്ക് പുറത്ത് കിട്ടും, നീ പുറത്ത് ഇവിടെ ഈ നാട്ടിൽ നിന്ന് നീ പോകണം, ഈ ജനങ്ങളിൽ നിന്ന് മാറി വേറെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി പറയണം. ആലോചിച്ച് നോക്കി. അപ്പോൾ അതാണ് വ്യത്യാസം. ആബിദും ആലിമും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അറിവുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു സമൂഹത്തിനൊരു വെളിച്ചമാണ് അല്ലെ. 100 ആളെ കൊന്ന 99 ആളെ കൊന്ന ആൾക്ക് പ്രതിഫലം അള്ളാഹു പുറത്തു നൽകുമെന്ന് പറയുമ്പം അത് വല്ലാത്തൊരു അറിവാണ്, വല്ലാത്തൊരു അറിവ്. ആലോചിച്ച് നോക്കി. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന പോയിന്റ് ഉഹുദ് യുദ്ധം. നിങ്ങൾക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രയാസകരമായ മുറിവേറ്റ നബിയുടെ 2 കവിളിലും ആ ഹെൽമെറ്റിന്റെ 2 ആണി തുളച്ച് കയറി എന്നാണ്. എന്നിട്ടൊരു സഹാബി അത് പറിച്ചെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ മുൻപല്ല് പോയി എന്നാണ്. മുൻപ് എത്രത്തോളം ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഡിഫെൻഡ് ചെയ്തിട്ട് 80ഓളം വെട്ടും കുത്തുമാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഏറ്റത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഡിഫെൻഡ് ചെയ്ത് 70 സഹാബിമാരാണ് ഉഹുദിൽ എന്ത് ചെയ്തത്? ഉഹുദിൽ ഷഹീദായത്. ഹംസ റളിയല്ലാഹു അൻഹു. നബിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് നബിന്റെ ആളാപ്പ ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്ന സന്ദർഭമുണ്ട്. അബൂജഹൽ നബിനെ തല്ലിയിട്ട് ദേഹോപദ്രവം ഏൽപ്പിച്ച വിവരം ഹംസ റളിയല്ലാഹു അൻഹു അറിയണം. ഹംസ റളിയല്ലാഹു അൻഹു ഇവിടുത്തെ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ പോയി വരുമ്പോഴാണ് പറഞ്ഞത് മുഹമ്മദിന് അബൂജഹൽ നല്ലോണം പിടച്ചുകണെന്ന് പറഞ്ഞത്. നേരെ ചെന്നിട്ട് തൻ്റെ വില്ലെടുത്തിട്ട് മണ്ടക്കടിച്ചിക്കണം ആദ്യം ഹംസ അബൂജഹലിന്റെ. എന്നിട്ട് അബൂജഹലിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എൻ്റെ മുഹമ്മദിനെ ഉപദ്രവിച്ചോന്ന്. അവൻ മുസ്ലിമായത് കൊണ്ടാണ്, അവൻ അള്ളാനെ മാത്രം ആരാധിക്കും എന്നതുകൊണ്ടാണ് നീ അവനെ ഉപദ്രവിച്ചതെങ്കിൽ ഞാനും ഇതാ പ്രഖ്യാപിക്കും, ഞാൻ ഇന്നു മുതൽ അള്ളാനെ മാത്രമേ ആരാധിക്കുള്ളൂ. ആ വാശിന്റെ പേരിലാണ് ഹംസ റളിയല്ലാഹു തുടക്കത്തിൽ മുസ്ലിമാണ്. നിങ്ങൾ ആലോചിക്ക്, ആ ഹംസ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ട യുദ്ധമാണ് ഉഹുദ് യുദ്ധം എന്ന് പറഞ്ഞാൽ. 70ഓളം സഹാബിമാര് മരിക്കുക. ആരാണ് അപ്പുറത്ത് നോക്കി? ഖാലിദ് ബിൻ വലീദ്. ഉഹുദിലും ഖുറൈശികളുടെ ഭാഗത്തുനിന്ന് വന്ന 3 ആളുകൾ ആരാ? മക്കാ മുശ്രിക്ക്. 1 ഖാലിദ് ബിൻ വലീദാണ്, 2 ഇക്രിമ ബിൻ അബൂജഹലാണ്, 3 അബൂ സുഫിയാനാണ്. ഈ 3 ആളുകളാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായി. ഉഹുദിന്റെ തന്ത്രങ്ങൾ പ്ലാൻ ചെയ്തു ഉഹുദ് വിജയിപ്പിച്ചവർ ഈ 3 ആൾക്കാരാണ്. ഈ 3 ആൾക്കാരുടെ അവസ്ഥ എന്താണ്? ഈ 3 ആളും മുസ്ലിമായി. ഖാലിദ് ബിൻ വലീദ് മുസ്ലിമായി, അബൂ സുഫിയാൻ മുസ്ലിമായി, ഇക്രിമ ബിൻ അബൂജഹൽ മുസ്ലിമായി. നിങ്ങൾ ആലോചിച്ച് നോക്കി, അന്ന് കൊന്നവരും കൊല്ലപ്പെട്ടവരും ഇന്ന് സ്വർഗത്തിലാണ്. അന്ന് കൊന്നവരും കൊല്ലപ്പെട്ടവരും. എന്തൊരു ലോജിക്കാണ് ഇതിന്, എന്ത് ലോജിക്കുള്ളത്? നിങ്ങൾ ആലോചിച്ചു, എന്താ ലോജിക്ക് ഉണ്ടായിപ്പോ? കൊന്നവരും കൊല്ലപ്പെട്ടവരും ഒരേ സ്വർഗത്തിൽ പോവുക. ഇതെന്താണ് സഹോദരങ്ങൾ? ഈ ആദർശത്തിന്റെ പ്രത്യേകതയാണത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിന്റെ പ്രത്യേകതയാണത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ് ആ യുദ്ധം നടന്നത് അല്ലേ. അത് സ്വീകരിച്ചതോടുകൂടി അവന്റെ മുൻകാല പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ് അല്ലേ. വഹശിനെ കാണാൻ നബിക്ക് പ്രയാസമായിരുന്നു. അബൂജഹിലിനെ
കൊലയുമായി ബന്ധപ്പെട്ട് ആ വഹ്ശിനെ കാണുന്നത് പോലും നബിക്ക് ഇഷ്ടമുണ്ടായിരുന്നതാണ്. പക്ഷെ മുസ്ലിം ആയതിനു ശേഷം നിലപാട് മാറ്റേണ്ടി വന്നു. അതെന്തുകൊണ്ടാണ്? ഈ ഐഡിയോളജിയുടെ പ്രത്യേകതയാണ്, ഈ ആദർശത്തിൻ്റെ പ്രത്യേകതയാണ്. അള്ളാഹുവിനെ മാത്രം ഇത് വലിയൊരു അറിവാണ്, വലിയൊരു കാഴ്ചപ്പാടാണ് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് നൽകുന്നത്. നമുക്ക് മറ്റേ ജയിൽക്ക് ആലോചിച്ചപ്പോൾ എന്തായാലും ഒരു ലോജിക്കില്ല. കൊന്നോരും കൊല്ലപ്പെട്ടവരൊക്കെ ഇസ്ലാം എല്ലാവരും പിന്നെ സ്വർഗത്തിൽ ഒന്നിച്ചുവിടും. എന്തിനാ ഈ കൊല നടന്നത്? നിങ്ങൾക്ക് പുറത്തു കൊടുക്കാൻ പറ്റുമോ? സ്വന്തം ബാപ്പാനെ കൊന്നവരെ, അല്ലേ, സ്വന്തം മക്കളെ കൊന്നവരെ എങ്ങനെ സഹോദരൻ നമുക്കൊരാൾക്ക് സഹിക്കാൻ പറ്റുക? പക്ഷേ അതൊക്കെ വിട്ടു മാത്രമല്ല അതിന് ഉന്നതമായ പ്രതിഫലം നൽകി അവർ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ. അപ്പം എന്തിനാ പിന്നെ ജീവിതം? അതാണ് സഹോദരങ്ങളെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ജീവിതം എന്തിനാണ്, ഈ ജീവിതം എന്തിനു വേണ്ടി എന്ന് മനസ്സിലാക്കുന്നിടത്ത് നമുക്കേറ്റ പരാജയമാണ്. പല ആളുകളും വാർദ്ധക്യത്തിലെത്തിയിട്ട് ആത്മഹത്യയാണ്. ഇപ്പോൾ വലിയൊരു ഭിഷഗ്വരൻ, ലക്ഷക്കണക്കിന് രൂപ മാസവരുമാനമുള്ള, കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യമുള്ള വലിയൊരു ഭിഷഗ്വരൻ തൻ്റെ ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ ആത്മഹത്യ ചെയ്ത, അതും ഏറ്റവും പ്രാകൃതമായ രൂപച്ച് തൂങ്ങി മരിക്കുക. ആ മരിക്കുമ്പോഴൊരു വിഷമത്ര ആലോചിക്കുക നിങ്ങൾ. എന്തിന് സഹോദരങ്ങളെ? ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടത് കൊണ്ട്, ജീവിതത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കുന്നിടത്ത് സംഭവിച്ച പരാജയമാണത്. ഈ ജീവിതത്തിന് വലിയൊരു ലക്ഷ്യമുണ്ട്. നമ്മളെന്തരോ ജീവിതത്തിൻ്റെ വലിയ ലക്ഷ്യം, അള്ളാഹു പഠിപ്പിച്ച യഥാർത്ഥ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? നിങ്ങൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി നമ്മൾ സെറ്റ് ചെയ്യും. അതാണ് പ്രശ്നം. അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ ഒബ്ജക്റ്റീവ്സ് ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് മാറും. അത് അക്കാഡമിക്സ് ആകാം, അല്ലേ, അത് ചിലപ്പം തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യവും, ചിലപ്പം പണവും, ചിലപ്പം പൊസിഷനാവും, ചിലപ്പം പ്രശസ്തിയാവും. അപ്പൊ അതൊക്കെ കിട്ടാതെ പോയാൽ ജീവിതം തകർന്നു എന്ന് തോന്നും, എല്ലാം അവസാനിച്ചു എന്ന തോന്നൽ വരുന്നതോടെ നിന്ന് ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നിടത്ത് വരുന്ന പരാജയമാണ്. അതൊക്കെ സഹോദരങ്ങളെ, അതിലൊക്കെ കൃത്യമായിട്ടൊരു കാഴ്ചപ്പാട് ഇസ്ലാം നമുക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, തൗബ. അപ്പോൾ തൗബൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞേ, ഒരു തൗബ എന്ന് പറഞ്ഞ വിഷയം തന്നെ, ആ തൗബ, അള്ളാഹു തൗബ ഉണ്ട് എന്ന് പറയുമ്പോൾ തൗബയുടെ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൽ സൂറത്തു സുമറിലെ ആയത്ത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. എൻ്റെ അടിമകൾ, ഇബാദി എന്നുള്ള ഒരു വാക്ക് നിങ്ങൾ എന്താ വെച്ചാൽ അറബിയിലെ മുലാഫിലേയാണ് ഇബാദി എന്ന് പറഞ്ഞാൽ. എൻ്റെ അടിമ, കലമീ, എൻ്റെ പേൻ, അത് മുലാഫിലേ. ഈ മുലാഫിൻ ഇലഹിൻ്റെ അടിയിൽ വേറെ ഒന്നും കയറ്റാൻ പറ്റില്ല. അത് അത്രയും ചേർന്ന് നിൽക്കുന്ന സാധനമാണ്. ഗ്രാമറിൽ പോലും എൻ്റെ അടിമ എന്നുള്ള അള്ളാൻ്റെ ആ പ്രയോഗം തന്നെ നിങ്ങൾ നോക്കി. എൻ്റെ അടിമയോട് പറയണതാണ് ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശരാകരുത്. എത്ര തന്നെ പാപങ്ങൾ ചെയ്താലും, എത്ര വലിയ അക്രമം ചെയ്ത വ്യക്തിയാണെങ്കിലും ആത്മാർത്ഥമായി തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞ ഒരാളെ നരകത്തിലിട്ടു എന്നാണ്. കാരണം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ അത്രയും ചെറുതാക്കി കണ്ടുകൊണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹു പുറത്തു കൊടുക്കുന്നവനാണ്. എത്ര നിങ്ങൾ പാപങ്ങൾ ചെയ്താലും അള്ളാഹു പുറത്തു കൊടുക്കും, അല്ലേ? അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കണം. ഒരു മരുഭൂമിയിൽ ഒരാൾ ഒറ്റപ്പെട്ട് ഒരു ഒട്ടകം നഷ്ടപ്പെട്ട്, മരുഭൂമിയിൽ യാത്രാവാഹനം, തൻ്റെ വെള്ളവും ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്ന ഒട്ടകം നഷ്ടപ്പെട്ട ഒരാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? മരണം ഉറപ്പാണ്. ഇന്നത്തെ പോലെ GPS സംവിധാനങ്ങളും ഫ്ലൈറ്റൊന്നും നമ്മൾ എയർ ലിഫ്റ്റൊന്നും വരില്ല. നമ്മൾ എന്നെ ഇവിടെ ഉണ്ടെന്ന് കുടുങ്ങി നമ്മൾ അന്വേഷിക്കും, നമ്മളവിടെ കിടന്ന് മരിക്കേണ്ടി വരും. അത്രയും കുടുങ്ങി മരണത്തിൻ്റെ പക്കത്ത് നിന്ന് തിരിച്ചു പോരുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഒരു മനുഷ്യന് സന്തോഷമുള്ള ഒരു കാര്യമല്ല. എത്ര തന്നെ ധനാഢ്യനാണെങ്കിലും, ഈ ലോകത്ത് എത്ര വലിയ കോടീശ്വരനാണെങ്കിലും, എന്ത് ചെയ്യും? ഒരു മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ മരണത്തിൻ്റെ ആ പക്കത്ത് നിന്ന് നമ്മൾ തിരിച്ചു പോരാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ നമ്മൾ നേടിയ സമ്പാദ്യം മുഴുവൻ നമ്മൾ ചെലവഴിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞാൽ, നമ്മൾ അറിയുന്ന ഒരു ചെന്നൈയിൽ വലിയൊരു ഭിഷഗ്വരൻ, ഞാനൊക്കെ ഓർത്തോപെഡിക്സ് തുടങ്ങുമ്പോഴേ അദ്ദേഹം ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്, വളരെ പ്രായമായിട്ട്. അദ്ദേഹത്തിൻ്റെ ഹാർട്ടും ലങ്ങും അമേരിക്കയിൽ പോയി മാറ്റി വെച്ചു എന്നാണ്. 30 കോടി റുപ്യക്ക് ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരാൾ 30 കോടി ചിലവാക്കിയിട്ട് ഹാർട്ടും ലങ്ങും മാറ്റി വെച്ചു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അയാൾ ജീവിതത്തിൽ മുഴുവൻ അത്ര നേടിയിട്ടുണ്ടാവുള്ളൂ കയറ പൈസ, പക്ഷെ അത് മുഴുവൻ അയാൾ ചിലവഴിച്ചു എന്നാണ്. എന്തിന്? കുറച്ച് കാലം ജീവിക്കാൻ വേണ്ടി. എത്ര പോവും? 80 എത്ര വരെ പോവും മാക്സിമം? ആലോചിച്ച് നോക്കി. അത് മനുഷ്യൻ കൊടുക്കും. കാരണം ജീവിതത്തിനോടുള്ള ഒരു താല്പര്യമാണ്. കുറച്ചു കാലം ഇവിടെ എത്ര വലിയ പൈസക്കാരനാണെങ്കിലും, എത്ര മുഴുവൻ സമ്പാദ്യം ചെലവാക്കിയിട്ടാണെങ്കിലും നമ്മളെന്ത് ചെയ്യും? കുറച്ച് ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ആ മരണത്തിൻ്റെ വക്കിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണ്, അല്ലേ? മരുഭൂമിയിൽ വാഹനം നഷ്ടപ്പെട്ട് മരണം പ്രതീക്ഷിച്ച് കിടക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ നോക്കി നിങ്ങൾ. ആ സമയത്ത് അദ്ദേഹം ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി എന്നാണ്.
ഉറങ്ങിപ്പോയി. ആ ഉറക്കുന്ന് ഇങ്ങനെ ഉണരുമ്പം ആ ഒട്ടകം ഇങ്ങനെ നിൽക്കുകയാണ് തൻ്റെ മുമ്പിൽ. നഷ്ടപ്പെട്ട ഒട്ടകം ആ വെള്ളം ഭക്ഷണമൊക്കെ ആയിട്ട് തൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷത്ര ഇതിനേക്കാൾ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുതരാം? ഇതിനേക്കാൾ എങ്ങനെ ആ മരുഭൂമി നിവാസികളോട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുക്കുക? അത്രയും സന്തോഷമുണ്ട് പടച്ചോന് തൻ്റെ അടിമ പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുമ്പോൾ എന്നാണ്. അതുകൊണ്ട് ഇതൊന്നും നഷ്ടല്ല. ഒരു തെറ്റ് പറ്റിപ്പോയി എന്നത് സഹോദരങ്ങളെ, ജീവിതത്തിൽ വലിയ അബദ്ധങ്ങൾ സംഭവിച്ചു എന്നത്, അക്രമങ്ങൾ ചെയ്തു എന്നത്, അതൊന്നും ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല. പക്ഷെ എന്ത് വേണം? ഖേദിച്ച് മടങ്ങും. ആത്മാർത്ഥമായിട്ട് ഒരു ഖേദം മനസ്സിലുണ്ടായാൽ മതി. പടച്ചോനെ പറ്റിപ്പോയല്ലോ, തെറ്റിപ്പോയല്ലോ, സംഭവിച്ചു പോയല്ലോ എന്ന ഒരു ഖേദം. ആ ഖേദാണ് തൗബ എന്ന് പറഞ്ഞാൽ. ആ മനസ്സിലുണ്ടാകുന്നൊരു വിങ്ങലുണ്ടല്ലോ, അതിങ്ങനെ അലോരസപ്പെടുത്തി ഇങ്ങനെ വിങ്ങിപ്പൊട്ടുമല്ലോ ഉള്ളിൽ കിടന്നിട്ട്. അതന്നെയാണ് തൗബ എന്ന് പറഞ്ഞാൽ. ആ മാനസികാവസ്ഥ നമുക്ക് ഉണ്ടായ സഹോദരങ്ങളെ, അള്ളാഹുലേക്ക് നമ്മൾ കൈ ഉയർത്തിയ പടച്ചോൻ പുറത്തിരുന്നതാണ്. അത്രയും പടച്ചോൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഓരോ അറിവും നമുക്ക് നൽകുന്ന കാഴ്ചകളും കാഴ്ചപ്പാടുകളും എത്രയാണ് സഹോദരങ്ങളെ? അള്ളാഹുവിനെ പറ്റിയുള്ള അറിവ്, അതാണ് ഇൽമു എന്ന് പറഞ്ഞാൽ. മഅരിഫത്തുള്ള അള്ളാഹിൻ്റെ റസൂലിനെ പറ്റിയുള്ള അറിവ്, ഈ ദീനിനെ പറ്റിയുള്ള, അതാണ് പ്രൈമറി ആയിട്ടുള്ള 3 നോളജ് പറഞ്ഞാൽ. ഇൽമു എന്ന് പറഞ്ഞാൽ ഇത് 3ആണ്. അതിൽ യാതൊരു സംശയമില്ല. അള്ളാഹിനെ പറ്റി അറിയാന്നുള്ളത്, അള്ളാഹിൻ്റെ റസൂലിനെ പറ്റി അറിയാന്നുള്ളത്, ഈ ദീനിനെ പറ്റി പഠിക്കുക എന്നുള്ളത്, ആ അറിവ് നമുക്ക് നൽകുന്ന കാഴ്ചപ്പാടുകൾ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, നമ്മൾ ഹൈറ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയായാലും ഈ സമ്പത്തും സൗകര്യങ്ങളാണ് നമ്മളെ മനസ്സിലേക്ക് വരുള്ളൂ. നല്ലൊരു വീടുണ്ട്, നല്ല വാഹന സൗകര്യമുണ്ട്, നല്ല വിശാലത ഉണ്ട്. മക്കളൊക്കെ IIT-യിൽ പഠിച്ചാണ്. ഒരാൾ IIT മദ്രാസിൽ, ഒരാൾ IIT ബോംബെയിൽ, മറ്റൊന്ന് എയിംസിൽ പഠിക്കുകയാണ് അല്ലേ. MG റോട്ടിൽ 10 സെൻറ്റ് സ്ഥലമുണ്ട്. അതായത് ദുനിയാവ് കഴിഞ്ഞു. ഇതാണ് ഇപ്പോൾ മക്കളും സമ്പത്തും സൗകര്യങ്ങളുള്ള ഒരാൾ. അതാണ് നമ്മൾ ദുനിയാവിൻ്റെ ഹൈറായിട്ട് കാണുന്നത് അല്ലേ. ആ ഒരു ലെവല് സമ്പത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശസ്തിയാണ് ആൾക്കാർ നോക്കുക. ഇതൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. നമ്മളെപ്പോഴും ഹൈർ എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിക്ക് ഇതാണ് വരിക, സമ്പത്തും സൗകര്യവും. നമ്മൾ ആലോചിച്ച് നോക്കി, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രത്തോളം ദരിദ്രനായിരുന്നു. തുടർച്ചയായിട്ട് 3 ദിവസം ഗോതമ്പിൻ്റെ റൊട്ടി എന്തില്ല കറി കൂട്ടിയിട്ട് അള്ളാഹിൻ്റെ റസൂൽ കഴിച്ചിട്ടില്ല എന്നാണ്. ആല് മുഹമ്മദ് കഴിച്ചിട്ടില്ല എന്നാണ് ആയിഷ റളിയല്ലാഹു പറഞ്ഞത്. ആല് മുഹമ്മദ് കഴിച്ചിട്ടില്ല എന്ന്. തുടർച്ചയായിട്ട് 3 ദിവസം ഗോതമ്പിൻ്റെ റൊട്ടി കറി കൂട്ടി തിന്നിട്ടില്ല എന്ന്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഗോതമ്പിൻ്റെ റൊട്ടി പോലും വയറ് നിറച്ച് അള്ളാഹിൻ്റെ റസൂൽ കഴിച്ചിട്ടില്ല എന്നാണ്. നോക്കി, ആടിൻ്റെ കുളമ്പ് 3 മാസമൊക്കെയാണ്, അല്ലെങ്കിൽ 1 മാസത്തിലധികമൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നതെന്ന് ആബിസ് ബിൻ റബീഹ ചോദിക്കുന്നുണ്ട് ആയിഷ ബീവിനോട്. ആയിഷ ബീവി ചിരിച്ചു എന്നാണ്. ഫളഹിക്കത്ത് എന്ന ഹദീസിൽ കാണാം, ചിരിച്ചു. ആയിഷ ബീവി എന്താ ചിരിച്ചത്? 3 മാസം അല്ലെങ്കിൽ 1 മാസക്കാല കാടിൻ്റെ കുളമ്പൊക്കെ എത്ര കുളമ്പുമല്ലേ, അത് വെറുതെ വെള്ളത്തിൽ ചൂടാക്കി കുടിച്ചാന്ന്. വിശപ്പ് കൊണ്ട്, പട്ടിണി കൊണ്ട് വിശപ്പ് കൊണ്ട് തുടർച്ചയായി മാസങ്ങളോളം അള്ളാഹിൻ്റെ റസൂലിൻ്റെ വീട്ടിൽ അടുപ്പിൽ തീ പൊന്തിയിട്ട് പുക പൊന്തിയിട്ടില്ല എന്നാണ്. അന്ന് എങ്ങനെ ജീവിച്ചതെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? 2 കറുത്ത സാധനങ്ങൾ കൊണ്ടാണ് അന്ന് ഞങ്ങൾ കഴിച്ചു കൂട്ടിയത്. എന്താണത്? കറുത്ത ഈത്തപ്പഴാണ്, ഒന്ന് വെള്ളാണ്. നല്ലൊരു തെളിഞ്ഞ വെള്ളം പോലും അന്ന് അവർക്ക് കുടിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കലങ്ങിയ വെള്ളമാണ് അവർ കുടിച്ചിരുന്നത്. ഈ 2 സാധനങ്ങൾ കൊണ്ടാണ് മാസങ്ങളോളം അള്ളാഹിൻ്റെ റസൂല് ആലു മുഹമ്മദ് കഴിച്ചു കൂട്ടിയെന്ന് ആയിഷ ബീവി പറയാണ് അല്ലേ. നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം മുമ്പിലേക്ക് ഹാജരാക്കപ്പെട്ടപ്പോൾ എന്താണ്, അബൂ ഹുറൈറ കരയാണ്, വിങ്ങിപ്പൊട്ടിക്കരയാണ്. എന്നിട്ട് എന്താ പറഞ്ഞോ, അള്ളാഹിൻ്റെ റസൂൽ ഇതേപോലൊരു ഭക്ഷണം കണ്ടിട്ടില്ല എന്ന്. തിന്നല്ല, ഇത്രയും വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പോലും ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് അല്ലേ. ഒരിക്കൽ ഇങ്ങനെ അബൂ ഹുറൈറ നടന്നു പോകുമ്പോൾ ആൾക്കാരിങ്ങനെ ആടിനെ ചുടണം അവിടെ, അതിലേക്ക് കഴിക്കാൻ വേണ്ടി വിളിച്ചു എന്നാണ്. അബൂ ഹുറൈറ നിരസിച്ചു എന്നാണ് പറഞ്ഞത്. അതിന് പറഞ്ഞ അള്ളാഹിൻ്റെ റസൂൽ ഈ ദുനിയാവെന്ന് പോകുമ്പോഴേ വയറ് നിറച്ച്, ഒരു നേരം പോലും വയറ് നിറച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് അബൂ ഹുറൈറ, ഞാൻ ഇത് തിന്നാനക്കാനല്ല സഹോദരങ്ങളെ, ഇതൊക്കെ അറിയണം, ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു പറയണ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂമിലേക്ക് ചെന്നപ്പോഴേ, നബിന്റെ ആ റൂമിലേക്ക് ചെന്നപ്പം ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പരുപരുത്ത ഈത്തപ്പനന്റെ ആ ഓലയിൽ ഇങ്ങനെ കിടക്കണം, അതിന്റെ പാട് നബിന്റെ പുറത്തിങ്ങനെ കാണാന്ന് കണ്ടിട്ട് വിഷമായി ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നബി നല്ലൊരു കൈസർ രാജാക്കന്മാർ, പേർഷ്യയും റോമൊക്കെ രാജാക്കന്മാർ എന്ത് സൗകര്യങ്ങളോട് കൂടിയാണ് ജീവിക്കുന്നത്, കുറച്ച് സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരട്ടെ എന്നാണ് ചോദിക്കുന്നത്. അവിടെ ആകെ ആ റൂമിൽ കണ്ടതെന്താ പറയുക, കുറച്ച് ബാർലി മാത്രമാണ് സമ്പാദ്യമായിട്ട്, കുറച്ച് ബാർലി മാത്രമാണ് ആ റൂമിലുള്ളത്.
അന്നത്തെ കാലത്ത് ATM ഒന്നുമില്ല, ബാങ്കൊന്നുമില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാവും. അവിടെ കുറച്ച് ബാർലി മാത്രമുള്ളത്. അപ്പോൾ ചോദിച്ചപ്പോൾ അതിന് കൊടുത്ത മറുപടി എന്താ പറയുക? ഉമറേ, അവരൊക്കെ ദുനിയാവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, നമ്മൾ അങ്ങനെ അല്ലല്ലോ എന്നാണ്. നമ്മൾ ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്നവരല്ലേ ഉമറേ എന്നാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലേ ആ കാഴ്ചപ്പാടാണ് ഉമർ എന്നാണ് കിട്ടിയത് അല്ലേ. റോമിനെ തകർത്തിട്ട് റോമിനെ കീഴ്പ്പെടുത്തിയ കാലഘട്ടത്തിൽ പേർഷ്യയിൽ നിന്നൊരു ദൂതൻ വരികയാണ് ഉമറിനെ കാണാൻ വേണ്ടി. ഖലീഫ ഉമറിനെ കാണാൻ വേണ്ടിയിട്ട് മദീനത്ത് വരുന്നുണ്ട്. ഉമറിന്റെ കൊട്ടാരം എവിടെയെന്നാ ചോദിച്ചത്. ഉമറിന്റെ കൊട്ടാരം എവിടെയെന്ന് അവിടെ വന്ന് ചോദിച്ചു. ഉമർ പള്ളിയിലുണ്ടാവും എന്ന് പറഞ്ഞു. പള്ളിയിൽ പോയപ്പോൾ ഇവിടുന്ന് ഇപ്പാണ് പോയി എന്ന് പറഞ്ഞു. അങ്ങനെ നടന്നു പോകുമ്പോൾ കുറച്ച് കുട്ടികളവിടെ കളിക്കുന്നുണ്ട്. അവരോട് ചോദിച്ചപ്പോൾ ഖലീഫ അവിടെ പോയാൽ അവിടെ ഒരു മരത്തിന് ചോദിച്ചു ചിലപ്പോൾ കിടക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അങ്ങനെ ഒരു മുണ്ടെടുത്ത് ഒറ്റ മുണ്ടിൽ കിടക്കണം ഉമറുള്ളവൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, മണ്ണിൽ കിടക്കാണ് ഖലീഫ ഉമർ. ആരാണ് സഹോദരങ്ങളെ? 20 ഭൗതിക സാമ്രാജ്യങ്ങളും ഒരാത്മീയ സാമ്രാജ്യങ്ങളും അധീനപ്പെടുത്തിയ വലിയ മനുഷ്യനാണത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ലഭിച്ച ആ തർബിയത്താണത്. ഞാൻ സൗകര്യങ്ങൾ വേണ്ട എന്നല്ല സഹോദരങ്ങളെ പറഞ്ഞത്, സൗകര്യങ്ങൾ ഉപയോഗിക്കേണ്ട എന്നല്ലോ, അത് നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറയില്ല. പക്ഷേ നമുക്ക് കിട്ടേണ്ട ചില കാഴ്ചപ്പാടുകളുണ്ട്. ജീവിതത്തിൽ ഖൈർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടടുത്ത് നമ്മൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോന്നാണ് അല്ലേ. കണ്ടം വെച്ച വസ്ത്രമാണ്, ഒരൊറ്റ ഡ്രസ്സാണ് ആകെ ഉമർലാൻ ഉണ്ടായിരുന്നത്. കണ്ടം വെച്ച് കൂട്ടിച്ചേർത്തി തുന്നിയ കുപ്പായം അല്ലേ. ആ ബൈത്തുൽ മുഖദ്ദസ് കീഴ്പ്പെടുത്തിയ സന്ദർഭത്തിൽ പോലും ബൈത്തുൽ മുഖദ്ദസ് അധീനപ്പെടുത്തിയിട്ട് അതിൻ്റെ കീ തരാൻ വേണ്ടിയിട്ട് അതിൻ്റെ കീ അവിടുത്തെ യഹൂദ റബ്ബിമാരെന്ത് പറഞ്ഞു, ആ കീ കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഖലീഫ നേരിട്ട് ഹാജരാകണം എന്നാണ്. അങ്ങനെ എത്രയോ ദൂരം സഞ്ചരിച്ചിട്ട് ആ കീ വാങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോണ രംഗുണ്ട് ചരിത്രത്തിൽ. എന്താണ്? കണ്ടം വെച്ച കുപ്പായി ഇട്ടിട്ടാണ് അങ്ങോട്ട് പോണത്. അപ്പോൾ അവിടെ എത്തുമ്പം അവിടുത്തെ മുസ്ലിങ്ങളുടെ സേനാനായകൻ ഉമർലാവിനെ കാത്തിരിക്കുകയാണ്. ചുവന്ന പരവതാനിക്ക് വിരിച്ചിട്ടെടുക്കുന്നത്. പരവതാനിക്ക് വിരിച്ചിട്ടാണ് അവിടെ ഉമർലാവിനെ കാത്തിക്കണ്. നല്ലൊരു ഡ്രസ്സ് ഇട്ട് പോന്നൂടെ എന്നതാണ്. നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങൾക്ക് പോന്നൂടെ എന്ന് ചോദിച്ചപ്പം ഉമർലാവിന് പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഉമർ നല്ല കുപ്പായിട്ടൊരു കാലുണ്ടായിരുന്നു, ഉമറിന് നല്ല ഡ്രസ്സ് ഇട്ടൊരു കാലുണ്ടായിരുന്നു. ജാഹിലിയത്തിൽ ഏറ്റവും നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വളരെ ഉഷാറായിട്ട് മാർക്കറ്റ് ഉക്കാള ചന്തയിലൂടെ നടന്ന ഉമറിനെ അവർക്കറിയാം. ആ ഉമറിന് അന്ന് ഇസ്സത്തില്ലായിരുന്നു. അന്ന് ഉമറിന് ഇസ്സത്തില്ല. ഉമറിന് ഇസ്സത്ത് നൽകിയത് ഇസ്ലാമാണെന്നാണ്. ഇന്ന് ഉമറിന് ഡ്രസ്സേ പ്രശ്നമുള്ളൂ, ഉമറിന് ഇസ്സത്ത് ഉണ്ട് എന്നാണ്. സഹോദരങ്ങളെ, ആ ഒരു കാഴ്ചപ്പാടിലേക്ക് മഹാനായ ഉമർലാൻ എത്തിച്ചെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ദാരിദ്ര്യമല്ല നമ്മളെ പ്രശ്നം. ദാരിദ്ര്യത്തെയല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത് സഹോദരങ്ങളെ, നമ്മൾ വല്ലാതെ പേടിപ്പെടുത്തേണ്ടതല്ല. നോക്കി, നമുക്ക് എൻ്റെ ഉമ്മത്തിന് ദാരിദ്ര്യമല്ല, എൻ്റെ ഉമ്മത്ത് പരീക്ഷിക്കപ്പെട്ട സമ്പത്ത് കൊണ്ടാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. സമ്പത്തുകൾ ആലോചിച്ച് നോക്കി. ഇന്ന് നമ്മളെ അവസ്ഥ മാറിയില്ലേ? നമ്മൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കാത്തവരുണ്ടോ? ഈ നോമ്പിൽ സഹോദരങ്ങളെ, നമ്മൾ ഭക്ഷണം കിട്ടാത്തവരോ ദാരിദ്ര്യം വഹിക്കുന്നവരുടെ ആളുകൾ നമ്മൾ മുമ്പിൽ കാണാൻ സാധ്യമല്ല. വളരെ ന്യൂനപക്ഷമുള്ളൂ. പക്ഷേ സഹോദരങ്ങളെ, നമ്മളിൽ പലരും നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കേണ്ട തരങ്ങൾ, നമ്മൾ ജീവിതത്തിൽ ഖൈർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രയാസം പിടിച്ച മക്ക കാലഘട്ടമാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ആ അറേബ്യയുടെ പകുതിയിലധികം കൈവശപ്പെടുത്തിയ, ആ പകുതിയിലധികം ഭരിച്ചിരുന്ന ആ മദീന കാലഘട്ടത്തിലാണ് ഉമർ റളിയല്ലാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൂമിൽ കയറി ഈ പറഞ്ഞ സംഭവം ഉണ്ടായത്. അന്ന് പട്ടിണിയൊന്നുമില്ല, അന്ന് മദീനത്ത് അങ്ങനെ പട്ടിണിയൊന്നുമില്ല. ആ കാലഘട്ടത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട് അതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ദിവസങ്ങളിലും ചുരുണ്ട് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ്. വയറ് നിറച്ച് വയറിൽ തിന്നാൻ ഒരു മോശമായ കാരക്ക പോലും കിട്ടാതെ അള്ളാഹുവിന്റെ റസൂൽ ചുരുണ്ട് കിടക്കുന്നത് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പറയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഭയപ്പെടേണ്ടത്, നമ്മൾ ഖൈറായിട്ട് കാണേണ്ടത് ഇത്തരത്തിലുള്ള സമ്പത്തുകളെയോ സൗകര്യങ്ങളെയോ അല്ല അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. വല്ലാത്തൊരു ആയത്താണ് വിശുദ്ധ ഖുർആന്റെ. നബിയെ, താങ്കൾ പറയണം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ്, അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ എന്നാണ്. ഈ ഖുർആൻ കൊണ്ടാണ് നമ്മൾ സന്തോഷിക്കേണ്ടത് അല്ലേ. എന്തെങ്കിലും ഒരു വരുമാനത്തിൽ വർധനമുണ്ടായി എന്നതാകരുത് നമ്മുടെ സന്തോഷത്തിൻ്റെ മാനദണ്ഡം അല്ലേ. എന്തെങ്കിലും വരുമാനത്തിൽ വലിയ ഇടിവ് സംഭവിച്ചു, അല്ലെങ്കിൽ സമ്പത്തിൽ വലിയ കുറവ് വന്നു എന്നതാകരുത് നമ്മുടെ സങ്കടത്തിൻ്റെ മുഖ്യ കാരണം. ആ ഡയമെൻഷൻ തന്നെ നമുക്ക് മാറ്റാൻ പറ്റണം. അവിടെയാണ് സഹോദരങ്ങളെ നമുക്ക് അറിവ് നൽകേണ്ട ഒരു കാഴ്ചപ്പാട്. അതാണ്
അറിവ് നൽകേണ്ട ഒരു കാഴ്ചപ്പാടാണ്. അതായത് ദീന് ഖൈറാണ് എന്ന് പറയും, ദീന് പഠിക്കുന്നത് ഖൈറാണ്. യഖൂലു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യുരിദില്ലാഹു ബിഹി ഖൈറ യുഫഖിഹുഹു ഫിദ്ദീൻ എന്നാണ്. ആരെങ്കിലും അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹു അറിവിൽ എന്താണ് എന്തെങ്കിലും നല്ല ഇൽമു നൽകും, ദീനിൽ അവന് നല്ല അറിവ് നൽകുന്നതാണ്. വേറെ ഒരു കാര്യത്തെക്കുറിച്ചും അള്ളാഹിൻ്റെ റസൂലും അള്ളയും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ഇങ്ങനെ നമ്മൾ നോക്കി, ഒരാൾക്ക് ഖൈർ നൽകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓന് മതത്തിൽ അറിവ് നൽകുക എന്നുള്ളതാണ്. അവൻ അള്ളാഹു അറിവ് നൽകിയാൽ അവനെ പറ്റിയാണ് അള്ളാഹു അവന് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പറയാന്നാണ്. ബാക്കിയൊരു വിഷയത്തിലും ദുനിയാവിൻ്റെ സമ്പത്തിൻ്റെയോ സൗകര്യങ്ങളുടെയോ വിഷയത്തിൽ ഒരിക്കൽ പോലും അള്ളാഹുവോ റസൂലോ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് നൽകേണ്ട വലിയൊരു കാഴ്ചപ്പാടാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച്, അല്ലേ? നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ച്. ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അപ്പോൾ അറിവ് എന്ന് പറയുമ്പോൾ സഹോദരങ്ങൾ ആദ്യമായിട്ട് അതന്നെയാണ്. ഒന്ന് അള്ളാഹിനെ അറിയലാണ്. ആ അള്ളാഹിനെ എങ്ങനെ അറിയാം? അള്ളാഹുവിനെ 2 തരത്തിലുള്ള ആയത്തുകളിലൂടെയാണ് അള്ളാഹു മനുഷ്യന് അള്ളാഹിനെ പറ്റി ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഒന്ന് ഈ പ്രപഞ്ചം തന്നെയാണ്. ഈ പ്രപഞ്ചം തന്നെ നമുക്ക് ചുറ്റും കാണുന്ന ഈ പ്രപഞ്ചം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ 572 മെഗാ പിക്സൽ കപ്പാസിറ്റിയുള്ള ഈ 2 കണ്ണുകൾ നമ്മുടെ തലച്ചോറിൻ്റെ മുമ്പിൽ അള്ളാഹു കാഴ്ചയുള്ളവനാക്കിയില്ലേ, എന്നെ കേൾവിയുള്ളവനാക്കിയില്ലേ, എന്നെ ചിന്തിക്കുന്നവനാക്കിയില്ലേ എന്നൊക്കെ പടച്ചോൻ ചോദിക്കണ്ടല്ലോ സഹോദരങ്ങളെ. അതൊക്കെ എന്തിനാ? ഈ 2 കണ്ണ് ഈ തലച്ചോറിൻ്റെ മുമ്പിൽ വെച്ചതെന്ന് എന്തിനാ അറിയുങ്ങൾ? ഈ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനാണ്. 576 മെഗാ പിക്സൽ കപ്പാസിറ്റിയുള്ള ഈ 2 ക്യാമറകൾ, ഈ 2 ഓട്ടോ ഫോക്കസ് ക്യാമറകൾ ഈ തലച്ചോറിൻ്റെ മുമ്പിൽ സൗജന്യമായി അള്ളാഹു നമുക്ക് നൽകിയത് എന്താ പറയുക? ആ അള്ളാഹിനെ പറ്റി അറിയാനാണ്, ആ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കാനാണ്. ആ അള്ളാഹിനെ പറ്റി അറിയും തോറും നിങ്ങൾ ആ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതാണ്. ആ അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കും തോറും ആ അള്ളാഹുവിനെ നിങ്ങൾ വിധേയപ്പെടുമെന്നാണ്, അടിമപ്പെടുമെന്നാണ്. അതിലൊരു സന്തോഷം നമ്മൾ കണ്ടെത്തുന്നതാണ്. അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹിനെ അറിയുക എന്നുള്ളതിന് ഏറ്റവും അത് ഒന്നെന്താണ്? ഒന്ന് ഈ അറിവ് തന്നെയാണ്, ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര കാലങ്ങളായിട്ട് ശാസ്ത്രം ഓരോന്നിനെ കുറിച്ച്. ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ മോളിക്യൂൾ എന്നല്ലേ, ആറ്റം, ആദ്യം ആറ്റമായിരുന്നു ഏറ്റവും ചെറുത് നമ്മൾ പഠിച്ചൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പം അതിൻ്റെ കോർക്ക് ആൻറ്റി കോർക്കാണെന്ന് വന്നു. അങ്ങനെ ഫിസിക്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ക്വാണ്ടം ഫിസിക്സിലേക്ക് പോയാലും പിന്നെ ആസ്ട്രോണമിയിലേക്ക് പോകും, ഈ പറഞ്ഞ ഗ്രാവിറ്റി, അങ്ങനത്തെ റിലേറ്റിവിറ്റി, അങ്ങനത്തെ തിയറിയിലേക്കൊക്കെ പോയാലും നമ്മൾ എത്രത്തോളം പഠിക്കുന്നു അത്രത്തോളം അതിൻ്റെ രഹസ്യങ്ങൾ കൂടുതൽ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പഠിക്കുന്തോറും ഇനിയും പഠിക്കാനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരാൾക്ക് ബോധ്യപ്പെടുന്നതാണ് ഇപ്പോൾ പഠിച്ചതിനേക്കാളേറെ ഇനിയും പഠിക്കാനുണ്ട്. അത് നിങ്ങൾ ഏറ്റവും തന്മാത്രയുടെയും ആറ്റത്തിൻ്റെയും സങ്കീർണതകളിലേക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലും പ്രപഞ്ചത്തിൻ്റെ മുകളിലേക്ക് വലിയ വലിയ ഗ്രഹങ്ങളിലേക്കും നക്ഷത്ര സമൂഹങ്ങളിലേക്കും പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ തന്നെയാണ് സ്ഥിതി, അല്ലേ? ആദ്യം ഒരു സൂര്യനും ചന്ദ്രനും ഭൂമി മാത്രമേ ഉള്ളൂ വിചാരിച്ചു. പിന്നെ കുറച്ച് ഗ്രഹങ്ങളുണ്ട് എന്ന് മനസ്സിലായി. പിന്നെ ഗ്രഹങ്ങളുടെ എണ്ണം കൂടി വന്നു. പിന്നെ വിചാരിച്ചു നമ്മളെ ഗാലക്സിയിൽ കോടാനകോടി ഗ്രഹങ്ങളുണ്ട്, മിൽക്കി വേ മാത്രമേ ഉള്ളൂ വിചാരിച്ചു. ഇപ്പം പറയണ എന്താണ്? മിൽക്കി വേകൾ മാത്രമല്ല, അങ്ങനത്തെ കോടാനകോടി മിൽക്കി വേകൾ ഉണ്ടെന്നാണ്, ഇന്റർസ്റ്റെല്ലാർ സ്പേസുകൾ ഉണ്ടെന്നാണ്. ഇതൊക്കെ എന്താണ്? ഇതൊരാകാശമാണ്. ഒരാകാശത്തെ പറ്റിയുള്ള മനുഷ്യൻ്റെ അറിവ് അവസാനിക്കുന്നില്ല. 1977 വൊയേജർ എന്ന ബഹിരാകാശ പേടകം ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അന്തരീക്ഷത്തിലേക്ക് പോയിട്ട് അത് തിരിച്ചു വന്നിട്ടില്ല. അത് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, അല്ലേ? പക്ഷെ ഇപ്പോൾ ഒരു പ്രശ്നം പറ്റി. എന്താണ്? അത് ഇങ്ങോട്ട് വിട്ടുന്ന ഇമേജ് ഇങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ളതാണ്. അത് കണക്ഷൻ വിട്ടുപോയി എന്നാണ്. നിങ്ങൾ ഇപ്പോഴും അത് ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക എന്നാണ്. ഒരാകാശത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ വൊയേജറിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനത്തെ 7 ആകാശങ്ങളെ സംവിധാനിച്ച ആ അള്ളാഹുവിനെ കുറിച്ച് അറിയണം സഹോദരങ്ങളെ. അതെങ്ങനെയാണ്? ഒന്ന് അള്ളാഹുവിൻ്റെ കൗനിയായ ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ കൊണ്ട് തന്നെ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലൂടെ തന്നെയാണ്. രണ്ടാമത്തത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇറക്കിയ അള്ളാഹുവിൻ്റെ ആയത്തുകൾ കൊണ്ടാണ്. ഈ 2 കാര്യങ്ങളും അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ച വഹി കൊണ്ട് നമ്മൾ അള്ളാഹിനെ അറിയണം. അതാണ് മഅരിഫത്തുല്ലാഹ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത് മഅരിഫത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്മാരെ, അവസാനത്തെ പ്രവാചകനായ ആ നബിയെ നമ്മൾ അറിയണം. ആ നബി ഉമ്മിയായ നിരക്ഷരനായൊരു പ്രവാചകൻ എങ്ങനെയാണ് ഈ ഖുർആൻ ഓതിയത്, അല്ലേ? അള്ളാഹിൻ്റെ റസൂൽ മദ്രസയിൽ പഠിച്ചിട്ടില്ല, എഴുത്തും വായനയും അറിയില്ല. നിരക്ഷരനായ പ്രവാചകൻ്റെ നാവിലൂടെ എങ്ങനെ ഖുർആൻ അവതരിച്ചു എന്നത്, അതന്നെയാണ് ഖുർആൻ ദൈവികമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്, അല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കക്കാർക്കറിയാം. മുഹമ്മദിന് എഴുത്തും വായനയും അറിയില്ല എന്ന് മക്കക്കാർക്കറിയാം. അതുകൊണ്ടാണ് മുഹമ്മദ് ഭ്രാന്തനാണെന്ന് പറഞ്ഞത്, മുഹമ്മദിന് ജിന്ന് കൂടിയതാണെന്ന് പറഞ്ഞത്, മുഹമ്മദിനെ സിഹർ ബാധിച്ചതാണ് എന്ന് അവർ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അവർക്കറിയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ പറയാനും ഓതാനും അറിയില്ല എന്ന് അവർക്കറിയാം.
അപ്പോൾ അതുകൊണ്ട് ആ നിരക്ഷരനായ പ്രവാചകൻ്റെ നാവിൻ തുമ്പിലൂടെ വന്ന ആ വിശുദ്ധ ഖുർആൻ, അതിൻ്റെ വ്യാഖ്യാനമായ പ്രവാചകൻ്റെ 23 വർഷത്തെ ജീവിതം വള്ളി പുള്ളി മാറ്റമില്ലാതെ തലമുറകളിലൂടെ മാറി മാറി വന്ന് നമ്മളെ മുമ്പിൽ നിൽക്കുകയാണ്. ഇമാം മാലിക് പറഞ്ഞ പോലെ മുൻഗാമികൾ എന്തൊന്നുകൊണ്ട് മാറിയോ അതുകൊണ്ട് മാത്രമേ പിൻഗാമികൾക്കും നന്നാകാൻ പറ്റുള്ളൂ. ഈ മാറ്റം 23 വർഷം കൊണ്ട് ലോക ചരിത്രത്തിലുണ്ടായ മാറ്റം അല്ലേ. ഒരു ഭാഗത്ത് പേർഷ്യൻ സാമ്രാജ്യവും ഒരു ഭാഗത്ത് റോമൻ സാമ്രാജ്യവും 800-700 വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ലോകത്തെ 2 വലിയ സാമ്രാജ്യ ശക്തികളെ വെറും 100 വർഷത്തെ പാരമ്പര്യം കൊണ്ട് ഒരു ആദർശം കീഴ്പ്പെടുത്തിയെങ്കിൽ എന്ത് നാഗരികതയാണ് സഹോദരങ്ങളെ. ആ മണലാരണ്യത്തിൽ ആ കൃഷിക്ക് യോജ്യമല്ലാത്ത ആ ആൾപ്പാർപ്പ് കുറഞ്ഞ ആ നാട്ടിൽ നിന്ന് ഒരു വലിയ സംസ്കാരമുണ്ടായി എന്ന് പറയുമ്പം ലോക ചരിത്രത്തെ സ്വാധീനിച്ച, ലോകത്ത് ഇന്ന് 200 കോടി ആളുകളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാദർശം 23 വർഷം കൊണ്ട് ആ വെള്ളമില്ലാത്ത നാട്ടില്, ആ കൃഷിക്ക് യോജ്യമല്ലാത്ത നാട്ടില്, സംസ്കാരത്തിന് ഉതകുന്ന ഒരു സൗകര്യവുമില്ലാത്ത ആ നാട്ടില് സഹോദരങ്ങളെ ഇത്രയും വലിയ വിപ്ലവത്തിൻ്റെ ഒരു മാറ്റം എങ്ങനെ ഉണ്ടായി എന്ന് പഠിക്കുന്നിടത്താണ് അവിടെ ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചു. ആ പ്രവാചകൻ അവിടുത്തെ അനുചരന്മാർക്ക് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ഓതിക്കൊടുത്തു എന്നുള്ളതാണ്. ആ ഗ്രന്ഥം അവരെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ആ ഗ്രന്ഥത്തിനനുസരിച്ച് ആ പ്രവാചകൻ അവരെ ജീവിച്ചു കാണിച്ചു കൊടുത്തു എന്നുള്ളത്. ആ പ്രവാചകന്റെ ജീവിതം കണ്ട് അവർ മാറി എന്നതാണ് സഹോദരങ്ങളെ. അവർ അടുത്ത തലമുറകളിലേക്ക് ആ മെസ്സേജ് ജീവിതത്തിലൂടെ നൽകി എന്നുള്ളതാണ്. വെറും വാക്കുകളിലൂടെ അല്ല, ജീവിതം കൊണ്ടാണ് അവർ ആ മെസ്സേജ് കൈമാറിയത്. അത് ഏറ്റെടുത്തു 1400 വർഷമായിട്ട് അതിങ്ങനെ പ്രയാണം സഞ്ചരിച്ചു കൊണ്ടിരുന്നു. എത്രയോ ആളുകൾ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും നോക്കി സഹോദരങ്ങളെ അവർ ഇസ്ലാം ആശ്ലേഷിക്കുകയാണ് അല്ലേ. അവർ മാറുമ്പോൾ സഹോദരങ്ങളെ, അവർ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ അവർ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ കാണാണ്. എല്ലാം മറന്ന്, എല്ലാം ആർഭാടത്തിലും സുഖത്തിലും എല്ലാ താന്തോന്നിത്തരങ്ങളും ജീവിച്ചവർ ജീവിതത്തിൽ യൂ ടേൺ എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. യൂറോപ്പിലേക്ക് അമേരിക്കയിലും കാണാൻ പറ്റുന്ന കാഴ്ചതാണ്. ജീവിതം തകർന്ന ആളുകൾ, എല്ലാ ആസ്വാദനങ്ങളും അനുഭവിച്ച ആളുകൾ യൂ ടേൺ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഈ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് ജീവിതത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് യൂ ടേൺ അടിക്കുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ അവർ സഞ്ചരിച്ച പാതയിലേക്ക് സഞ്ചരിക്കാൻ വ്യഗ്രത കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എൻ്റെ ബോഡി, എൻ്റെ ചോയ്സ്, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നു. സഹോദരങ്ങളെ, നമുക്കിഷ്ടമുള്ളത് ലോകത്ത് എവിടെയാണ് സഹോദരങ്ങളെ ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുക? എവിടെയും പറ്റൂല. ഇതൊക്കെ വെറും വർത്താനാണ്. നിങ്ങളൊരു ഗെയിം കളിക്കുകയാണെങ്കിൽ പോലും ആ ഗെയിമിന് ചില ലോസ് ഉണ്ട്. ആ ലോ ബ്രേക്ക് ചെയ്താൽ ഗെയിമിൽ നിന്ന് ഔട്ടാവും. നിങ്ങൾ പന്തളിച്ചുമ്പോൾ ചില നിയമങ്ങളുണ്ട്. ഫൗൾ ചെയ്യാൻ പറ്റൂല, ഓഫാകാൻ പറ്റൂല അല്ലേ, ഓഫ് സൈഡിൽ ഗോൾ അടിച്ചാൻ പറ്റൂല, കൈകൊണ്ട് പന്ത് പിടിച്ചാൻ പറ്റൂല. ഇത്തരത്തിൽ നിയമങ്ങൾ ഫോളോ ചെയ്താലേ പന്തും കൂടി കളിച്ചാൻ പറ്റുള്ളൂ. അപ്പോൾ ഏത് കാര്യങ്ങൾക്കും സഹോദരങ്ങളെ ചില നിയമങ്ങളുണ്ട്. ചില നിയമങ്ങൾ മറികടക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, അത് മനുഷ്യൻ്റെ ബ്രെയിൻ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്തതല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ആ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നുള്ളത്, അത് ജീവിതത്തിൻ്റെ ലക്ഷ്യമായി കാണണം. നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? അള്ളാഹിനെയും റസൂലിനെ അനുസരിച്ച് ജീവിക്കാനാണ്. അത് നമ്മൾ തിരിച്ചു വരുമ്പോൾ, അതിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ ജീവിതത്തിൻ്റെ ലക്ഷ്യം മനസ്സിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ പെരീക്കണ് ചെല്ലുമ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 3 വണ്ടി നമ്മളെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കാം. BMW 8 സീരീസിൻ്റെ ഒരു വണ്ടി, ബെൻസ് മേബാക്ക് ഒരു വണ്ടി, റേഞ്ച് റോവറിൻ്റെ ഏറ്റവും പുതിയ 2.5 കോടിൻ്റെ പുതിയ റേഞ്ച് റോവർ ഇറങ്ങിയിട്ടുണ്ട്. ഈ 3 വണ്ടി നമ്മളെ വീടിൻ്റെ മരത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ഒരാൾ തന്നതാണെന്ന് പറയുമ്പം എത്ര സന്തോഷം ഉണ്ടാവും അല്ലേ. അത് വണ്ടിനോട് താല്പര്യമുള്ളവർക്ക് അറിയാം, വണ്ടിനോട് താല്പര്യമുള്ളവർക്ക് പറഞ്ഞ മനസ്സിലാവും. അള്ളാൻ്റെ റസൂല് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? നിങ്ങൾ അയുഹിബ്ബു അഹദുക്കും ഇദാ റജഅ ഇലാ അഹ്ലിഹി അൻ യജിദ ഫീഹി സലാസ ഖലിഫാത്തിൻ ഉളാമിൻ സിമാനിൻ. നിങ്ങൾ ഒരാൾ കുടുംബത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പം നിങ്ങൾ അവിടെ 3 തടിച്ചു കൊഴുത്ത ചുവന്ന ഒട്ടകങ്ങളെ കാണുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമെന്നാണ്. കാരണം അറബികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഏറ്റവും ക്രേസുള്ള സാധനം ഈ ചുവന്ന തുടുത്ത ഒട്ടകങ്ങളാണ്. ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നല്ല തടിയും നല്ല മുഴുത്ത 3 ചുവന്ന ഒട്ടകങ്ങളെ നിങ്ങളെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ, അവിടെ നിങ്ങളുടേതായിട്ട് നിങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുമ്പം അവർ പറഞ്ഞ മറുപടി കുൽന നഅം യാ റസൂലല്ലാഹ്, അതെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് സഹോദരൻ. അപ്പം അതേമാതിരി നമുക്ക് ഇഷ്ടപ്പെട്ട 3 വണ്ടി, ഇപ്പം ഇന്ന് പറയണമെങ്കിൽ ഏറ്റവും വില പിടിച്ച 3 കാറാപ്പം ഞാൻ പറഞ്ഞത്.
നമുക്ക് ഊഹിക്കാൻ പറ്റിയ ഇന്ന് നാട്ടിൽ കിട്ടുന്ന ഏറ്റവും 3 മുന്തിയ വണ്ടി, അത് നമ്മളെ പെരൻ്റെ മുറ്റത്ത് ഇങ്ങനെ നിർത്തിയിട്ട് നമുക്കും വേണ്ടിയിട്ട് പറയുമ്പം അത് അതിൽ സന്തോഷമല്ലേ സഹോദരങ്ങൾ? എന്താ പറഞ്ഞു? ഖാല ഫസലാസു ആയാത്തിൻ. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഫസലാസു ആയാത്തിൻ, 3 ഖുർആനിൻ്റെ ആയത്തുകളാണ്. യഖ്റഉ ബിഹിന്ന അഹദുക്കും ഫീ സ്വലാത്തിഹി ഗൈറുൻ ലഹു മിൻ സലാസി ഖലിഫാത്തിൻ ഇളാമിൻ സിമാൻ. നിങ്ങളെ നിസ്കാരത്തിൽ ഓതുന്ന 3 ആയത്തുകൾ അത് ഈ 3 ചുവന്ന ഒട്ടകങ്ങളെക്കാൾ നിങ്ങൾക്ക് ഹൈറാണെന്ന് പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്നിപ്പോൾ ഈ ഹാളിൽ നിൽക്കണ എത്ര ആൾക്ക് ഈ പറഞ്ഞ 3 കാറ് വാങ്ങാൻ കഴിയും? ഇവിടെ ഒരാൾക്കൊക്കെ ചിലപ്പോൾ പറ്റുണ്ടാവുള്ളൂ. ഞാൻ പറയാം, 3 കടല്ലാതെ ഈ BMW 8 സീരീസിൻ്റെ ഒരു കാറും, ബെൻസ് മേബാക്ക് ഒരു കാറും, സഹോദരൻ റേഞ്ച് റോവറിൻ്റെ പുതിയ ഒരു കാറും, ഈ 3 നിങ്ങൾക്ക് ഇന്ന് പോയി വാങ്ങാൻ പറ്റിയ ഒരാളെ ചിലപ്പോൾ ഈ റൂമിലുണ്ടാവുള്ളൂ. ഒരാൾ കടല്ലാതെ ലോൺ എടുക്കാതെ വാങ്ങാൻ പറ്റുന്ന ഒരാൾ. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ എന്താ പറയുക? 3 ആയത്ത് നിസ്കാരത്തിൽ ഓതിയാൽ 3 ചുവന്ന ഒട്ടകങ്ങളെക്കാൾ ഹൈറാണെന്നാണ്. അത് കിട്ടാൻ പറ്റാത്ത ആരാധിയില്ല. അതാണ് പടച്ചോന്റെ പ്രതിഫല സംവിധാനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നേടാൻ പറ്റിയതാണ്. എല്ലാവർക്കും നേടാൻ പറ്റിയതാണ്. പണമില്ലവനും പണമില്ലാത്തവനും ആർക്കും നേടാം സഹോദരങ്ങളെ. ഈ വലിയ ഓഫർ നേടാൻ പറ്റാത്ത ആരാ ഈ സദസ്സിലുള്ളത്? അപ്പൊ പറയും ഖുർആൻ എങ്ങനെ 3 ആയത്തും? എന്താ സഹോദരനെ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ്. 3 ആയത്തായി. ഈ 3 ആയത്ത് നിസ്കാരത്തിൽ ഓതാൻ പറ്റാത്ത ആരല്ലേ? പക്ഷെ എന്താ നിങ്ങള് അങ്ങനെ ആഗ്രഹിച്ച് അർത്ഥറിഞ്ഞ് ആ പടച്ചോനോട് സ്നേഹം ഉണ്ടായിട്ട് ആ 3 ആയത്ത് ഓതണം സഹോദരൻ. വെറുതെ ഓതിയിട്ട് കാര്യമല്ല അല്ലേ? ഒരു സഹാബി എപ്പോഴും കുല്ലല്ലാഹു ഓതുന്നതാണ്. കുല്ലല്ലാഹു ഓതും, എപ്പോഴും കുല്ലല്ലാഹു ഓതും. അപ്പോൾ എല്ലാവരും ചോദിക്കും, എന്തെങ്കിലും എല്ലാം കുല്ലല്ലാഹു ഓതുന്നു? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുല്ലല്ലാഹു. അള്ളാനെ പറ്റിയിട്ട് വല്ലാത്തൊരു വിവരാണത്. ഖുൽ ഹുവല്ലാഹു അഹദ്. നോക്കി, ഈ ഷിർക്കിൻ്റെ എല്ലാം പൊളിക്കാണ്. അള്ളാഹു ഏകനാണെന്ന് പറയുമ്പം പല ദൈവങ്ങളെ ആരാധിക്കുന്നവരെ മുഴുവൻ സിദ്ധാന്തങ്ങളെയും ഒരൊറ്റ വാക്കിലൂടെ നിഷേധിക്കുകയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്. അള്ളാഹു ഏകനാണെന്ന് പറയുമ്പോൾ, അല്ലാഹു സമദ് എന്ന് പറയുമ്പോഴോ അള്ളാഹുവിന് ഒരാശ്രയമില്ലാത്തവെന്ന് പറയുമ്പം ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളെയും ദൈവത്തിൻ്റെ പൊസിഷൻ എടുത്തു മാറ്റിയാണ് അവിടെ. ബാക്കിയുള്ള ആളുകൾ ആരാധിക്കുന്ന മുഴുവൻ ആരാധ്യ വസ്തുക്കളും ആശ്രിതരാണ് അല്ലേ? ആ ആശ്രിതന്മാരെ മുഴുവൻ എടുത്തു കളയണം ഒരൊറ്റ വാക്കിലൂടെ. ലം യലിദ് എന്ന് പറയുമ്പം അള്ളാഹു ജനിച്ചിട്ടില്ല എന്ന് പറയുമ്പം, അവൻ ജനിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു പിതാവാണ്, അള്ളാഹു പുത്രനാണ് എന്ന് പറയുന്ന സകല സങ്കല്പങ്ങളെയും തച്ചുടക്കാണ് ഒരൊറ്റ ചെറിയ വാക്കിലൂടെ. അതുകൊണ്ടാണ് അയാൾ ഓതിയത്. അതുകൊണ്ടാണ് അയാൾ കുല്ലല്ലാഹു ഇഷ്ടപ്പെട്ടത്. നമ്മൾ കുല്ലല്ലാഹു ഇഷ്ടപ്പെടുന്നത് എന്താ? വേ അടിച്ച് മിന്നി പോകാച്ചിട്ടാണ്. നമ്മളെല്ലാവരും കുല്ലല്ലാഹുവിൻ്റെ ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഓല കുല്ലല്ലാഹു നമ്മളെ കുല്ലല്ലാഹു വ്യത്യാസമുണ്ട്. അവിടെയാണ് വ്യത്യാസം. നമ്മൾ അന്നും കുല്ലല്ലാഹു, മദ്രസ പഠിച്ചൊന്നും കുല്ലല്ലാഹു, 45 വയസ്സായി എന്നും കുല്ലല്ലാഹു. നമ്മൾ മാറിയിട്ടില്ല സഹോദരങ്ങളെ അല്ലേ? പണ്ടൊരു മാമ ഒരു എന്താണ് അങ്ങനെ അവിടെ എന്താണ് ഉമ്മരെ പടിമ അങ്ങനെ കുത്തിരിക്കുക. അപ്പോൾ മാമ ഓനോട് എടാ തിരുമ്പാങ്കല്ലൊന്നും എടുത്തു കണ്ടോ അങ്ങോട്ട് മാറ്റിയിട്ടാറ്. അപ്പോൾ ഓൻ പോയി 18 വയസ്സാണ്. അപ്പോൾ ഒന്ന് പോയി പൊന്തിച്ചു നോക്കിയിട്ട് അനങ്ങിയില്ല തിരുമ്പാങ്കല്ല്. അപ്പോൾ മുപ്പരിങ്ങനെ പറയാം 55 വയസ്സായി. ഇപ്പം അന്ന് മാമ പറഞ്ഞ ഓൻ പറയാം. അപ്പം 55 വയസ്സായി ഒന്നും കൂടി മൂപ്പര കല്ലൊന്ന് പോയി പൊന്തിച്ചു നോക്കി. 55 കൊല്ലം 10-40 കൊല്ലം കഴിഞ്ഞല്ലോ, അപ്പോഴും ആ കല്ല് ഇളകില്ല. അപ്പോൾ എന്താ പറഞ്ഞറിയോ? അന്നത്തെ അതേ ആരോഗ്യമാണ് ഇപ്പോഴും. അന്നും കല്ലിളകിയിട്ടില്ല, അന്നും കല്ലിളകിയിട്ടില്ല. അതേമാതിരിയാണ് നമ്മളെ കുല്ലല്ലാഹുവിൻ്റെ അവസ്ഥ. അന്നും കുല്ലല്ലാഹു, ഇന്നും കുല്ലല്ലാഹു. മാറണം സഹോദരങ്ങളെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരായത്ത് ഓതുമ്പോൾ കിട്ടുന്ന പ്രതിഫലം എന്താ? ഇതൊന്നും യാഥാർത്ഥ്യവൽക്കരിക്കാൻ നമുക്ക് പറ്റണില്ല എന്നുള്ളതാണ് അല്ലേ? 3 ഒട്ടകം തരും എന്ന് അറബികളോട് പറഞ്ഞപ്പം, സഹാബത്തിനോട് പറഞ്ഞപ്പം അവർക്കത് മനസ്സിലായി. അവർ ഖുർആൻ അങ്ങനെ കണ്ടു, അവർ ഖുർആൻ അങ്ങനെ ഓതി എന്നാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ചെറിയ പയ്യനാണ്, ചെറിയ കുട്ടിയാണ്. അത്ര വലിയ പ്രായമൊന്നുമില്ല മുആദിന് അല്ലേ? മുആദിനെ യമനിലേക്ക് പറഞ്ഞേക്കണം അല്ലാഹുവിൻ്റെ റസൂല്. മുആദിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു നബിക്ക്. പലപ്പോഴും ആ കഴുതൻ്റെ പുറത്ത് യാത്രയും മുആദിനെ കൊണ്ടുപോകുന്നതാണ്. മുആദിന്റെ കൈ പിടിച്ച് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു മുആദ് എന്ന് മുആദിന്റെ കൈ പിടിച്ച് നബി പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളും മുആദിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മുആദിനെ യമനിലേക്കുള്ള ദഅവത്തിന്റെ സംഘത്തിൽ മുആദിനെ യാത്രയാക്കേണ്ട അല്ലാഹുവിൻ്റെ റസൂല്. ആ യാത്രയാക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു കാര്യമുണ്ട്, മുആദേ
നീ പോണം, നീ യമനിലേക്ക് പോകണം, എന്നിട്ട് അവിടെ അള്ളാഹുലേക്ക് ക്ഷണിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കണം. അതവർ അംഗീകരിച്ചാൽ അവർ 5 നേരത്തെ നിസ്കാരം കൽപ്പിക്കണം. അതവർ അംഗീകരിച്ചാൽ അവരെ സക്കാത്തിന് പ്രേരിപ്പിക്കണം എന്നാണ്. അങ്ങനെ മുആദിന്, എന്നിട്ട് അവസാനം മുആദിനോട് പറയാണ്, മുആദേ നീ തിരിച്ചു വരുമ്പം നീ എൻ്റെ ഖബറിൻ്റെ അരികിലൂടെ ആയിരിക്കും തിരിച്ചു വരാന്നാണ്. എൻ്റെ ഖബറിൻ്റെ അരികിലൂടെ ആയിരിക്കും തിരിച്ചു വരാന്ന്. കാരണം തിരിച്ചു വരുമ്പോൾ തന്നെ അള്ളാൻ്റെ റസൂല് വഫാത്താകും എന്നുള്ള സൂചനയാണ് മുആദിന് അള്ളാൻ്റെ റസൂല് കൊടുത്തത്. ആ മുആദ് സഹോദരങ്ങളെ, അവരൊക്കെ ഒരു നിസ്കാരത്തിൽ ഖുർആൻ കുറച്ച് കൂടുതൽ ഓതിയപ്പം ഒരു മഅ്മൂമ്, ഒരാൾ ബാക്കിൽ നിന്ന് നിസ്കാരത്തെ ഉപേക്ഷിച്ച് പോയി. അപ്പോൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ മുആദിനോട് ആളുകൾ പറയാണ്, നിങ്ങളെ ഓത്ത് കൂടിയത് കാരണം ഇവിടുന്ന് ഒരാൾ നിസ്കാരത്തിൽ നിന്ന് ഇട്ടെറിഞ്ഞ് പോയിക്കണ് പറഞ്ഞു. ഓ മുനാഫിക്കാണെന്ന് പറഞ്ഞു. മുആദ് പറഞ്ഞു അവൻ മുനാഫിക്കാണ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അള്ളാൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് പരാതി ചെന്നു. കാരണം എന്നെപ്പറ്റി മുആദ് മുനാഫിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നീട്ടി ഓതിയപ്പം എനിക്ക് വേറെയും കുറേ ഏർപ്പാടുണ്ട്, ഓൻ്റെ അപ്പം അങ്ങനെ നിസ്കരിച്ചാൽ എനിക്ക് സമയമല്ല, അതുകൊണ്ട് ഞാൻ നിർത്തിപ്പോയതാണ്, അതുകൊണ്ട് അതാണ്, ഞാൻ മുനാഫിക്കൊന്നുമല്ല എന്ന് അള്ളാൻ്റെ റസൂലിൻ്റെ അടുത്ത് പോയി പരാതി പറഞ്ഞപ്പം മുആദ് ഇബ്നു ജബലിനെ വിളിച്ചിട്ട് അള്ളാൻ്റെ റസൂൽ പറഞ്ഞത്, അഫത്താനുൻ യാ മുആദ്, നീ ഫിത്ന ഉണ്ടാക്കണം മുആദ്. എന്ത് ഫിത്ന? നിസ്കാരത്തിൽ ഖുർആൻ ഓതിയതാണ് ഫിത്ന സഹോദരങ്ങളെ. അതാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങൾ. എല്ലാവരും ഈ ദീന് എല്ലാവരും പരിഗണിച്ചിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൻ്റെ 3 ആയത്ത്, ചെറിയ 3 ആയത്ത് ഓതാൻ പറ്റാത്ത ആരല്ലേ? അത് ആത്മാർത്ഥതയോടെ അർത്ഥമറിഞ്ഞുകൊണ്ട് അള്ളാഹനെ ആലോചിച്ചുകൊണ്ട്, എന്താണ് ഖുർആന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളുമെന്നാണ്. അവരുടെ ഹൃദയങ്ങൾ വജിലത്ത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയതുഹാ സാദതുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കുന്നതാണ്. അങ്ങനെ ഓതാൻ പറ്റണം. അതാണ് ഓത്ത്. അതിനാണ് 3 കാർ കിട്ടുക, അതിനാണ് 3 ഒട്ടകം കിട്ടുക. ആ ആയത്ത് കേൾക്കുമ്പോൾ സഹോദരങ്ങളെ, പടച്ചോൻ ഓർമ്മയുണ്ട്. നമ്മൾ ഓത്ത് അങ്ങനെയാണോ? അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങൾ സഹോദരങ്ങളെ, അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അത് പഠിക്കണം. അതാണ് അറിവ് എന്ന് പറഞ്ഞാൽ. അത് പഠിക്കുക മാത്രമല്ല, അത് പ്രയോഗവൽക്കരിക്കണം. അത് പറഞ്ഞെടുക്കുമ്പോൾ എന്താണ്, അത് മൂപ്പരത് ചെയ്യുന്ന ആളാണ് അല്ലേ? ഞാൻ ഈ വയലിന് വിളിച്ചുമ്പോൾ പോകാനുള്ള മടി തന്നെ എന്താ അറിയോ, നമ്മളിങ്ങനെ കുറേ തൊള്ളയിടുക എന്നല്ലാതെ അതിൻ്റെ പല കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ ഇപ്പം പുലർത്താൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ വലിയ ഒരു ബുദ്ധിമുട്ടായി നാളെ പരലോകത്ത് നമുക്കെതിരെ സാക്ഷിയാകും എന്നുള്ളതാണ് ഈ വയലിന് വിളിക്കുമ്പോഴുള്ളൊരു പേടി അല്ലേ? അത്തഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ്. അല്ലെ? വിശുദ്ധ ഖുർആന്റെ സൂറത്ത് ബഖറയിലെ 1-ാമത്തെ ജുസിലെ ഏറ്റവും ഒരു ദഅവത്ത് നടന്ന ദായിനെ ഏറ്റവും പിടിച്ചെടുക്കുന്ന ഒരു ആയത്താണ് ഈ ആയത്ത്. അത്തഅ്മുറൂന അന്നാസ, നീ ജനങ്ങളോട് കൽപ്പിക്കണത്. അത്തഅ്മുറുനാസ, ജനങ്ങളോട് നന്മ കൽപ്പിക്കുക. തൻ്റെ കാര്യത്തിൽ അത് മറന്നു പോവുക, അത് ചെയ്യാതൊക്കെ നല്ലോണം പറയും, പക്ഷെ അത്രയൊന്നും നമ്മൾ ചെയ്യാതൊക്കെ അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. മാത്രമല്ല അത് അതാണ് സഹാബത്തിൻ്റെ പ്രത്യേകത. അവരൊരു ആയത്ത് പഠിച്ചാൽ അത് വർക്കൗട്ട് ചെയ്യും. അത് വർക്കൗട്ട് ചെയ്തിട്ട് അടുത്ത ആയത്ത് പഠിക്കുള്ളൂ. അതൊരു ഇൻഫോർമേഷനായി നിൽക്കുന്ന പ്രശ്നമല്ല, അതൊരു അറിവായി, അതൊരു കർമ്മമായി, അത് ജീവിതത്തെ സ്വാധീനിച്ച് അത് ജീവിതത്തിൻ്റെ ഒരു വൈബായി മാറുകയാണ്. ഈ ദീൻ നമുക്കൊരു തണലാകുക, ഈ വിശ്വാസം ഒരു തണലാകുക, അള്ളാഹുവിനോടുള്ള ബന്ധം നമുക്ക് ആശ്വാസമാകാം. ആ ഒരു ദറജയിലേക്ക് നമ്മൾ ഉയരുമ്പോഴാണ്. അതുകൊണ്ട് ഇനി ഇതിൻ്റെ ശേഷം കുറേ ആളുകൾ വരുന്നതാണ്. അള്ളാൻ്റെ റസൂല് സഹാബത്ത് പറയാണ്, ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓതിക്കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാൻ്റെ റസൂൽ ഇങ്ങോട്ട് കടന്നു വന്നു എന്നാണ്. കാരണം ഹദീസിൽ കാണാം, ബൈന നഹ്നു നഖ്തരി ഇദാ ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാൻ്റെ റസൂൽ വല്ലാത്ത സന്തോഷം ഉണ്ടായി. കാരണം സഹാബത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഖുർആൻ ഓതി കൊടുത്തിരിക്കുന്ന സന്ദർഭത്തിൽ നബി ഇങ്ങോട്ട് കയറി വരും. അൽഹംദുലില്ലാ അള്ളാൻ്റെ റസൂൽ പറയാണ്, അൽഹംദുലില്ലാ കിതാബുല്ലാഹി വാഹിദ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അതൊറ്റ ഗ്രന്ഥമാണ് അല്ലേ? എന്നിട്ടോ വഫീക്കും അൽ ഖിയാർ, നിങ്ങളിൽ നല്ല ഖൈറായ ആളുകളുണ്ട്. വഫീക്കും അൽ അഹ്മർ വൽ അസ്വദ്, നിങ്ങളിൽ അറബിയുണ്ട് അനറബിയുണ്ട് അല്ലേ? എല്ലാ നാട്ടുകാരും ആ സഹാബത്തിലുണ്ട്. ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണം കേട്ടോ. ഖബ്ല അൻ യഅതി അഖ്വാമുൻ, ഒരു ജനത നിങ്ങൾക്ക് ശേഷം വരാനുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ ഖുർആൻ ഓതണം കേട്ടോ. എന്താണ് ആ ജനതയുടെ പ്രത്യേകത? യഖ്റഊനഹു, അവർ ഖുർആൻ നല്ല ഉഷാറായിട്ട് ഓതും. അതിന്റെ ഹുറൂഫുകൾ നല്ലോണം ശ്രദ്ധിക്കും. നല്ല തജ്വീദനുസരിച്ച്, നല്ല ഉച്ചാരണ ശുദ്ധിയോടുകൂടി, നല്ല രൂപത്തിൽ അവർ ഓതുമെന്നാണ്. അമ്പ് നമ്മൾ എത്ര കൃത്യമായിട്ടാണോ സഹോദരങ്ങളെ അമ്പ് വെക്കുക, അതേപോലെയാണ് അവർ ഓതുക. പക്ഷേ ലാ യതജാവസു തറാഖീഹിം, അതവരുടെ തൊണ്ടക്ക് താഴേക്ക് ഇറങ്ങുകയില്ല എന്നാണ്.
അവരുടെ തൊണ്ടക്ക് താഴേക്ക് ഇറങ്ങുക. അങ്ങനത്തെ ഒരു കാലം വരുന്നു. നല്ല ചൊറുക്കിൽ നല്ല സൂപ്പറായിട്ട് ഖുർആൻ ഓതുന്ന ഉമ്മത്ത് വരുന്നതാണ്. പക്ഷേ ആ ഖുർആൻ അവരുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കൂല എന്നാണ്. തൊണ്ടക്ക് താഴേക്ക് ആ ഖുർആൻ ഇറങ്ങൂല എന്നാണ്. അതിനു മുമ്പ് നിങ്ങൾ ഖുർആൻ ഓതിക്കൊള്ളൂ എന്നാണ്. യതഅജ്ജലൂന അജ്റഹു, അവരതിൻ്റെ പ്രതിഫലത്തിന് വേണ്ടി ധൃതി കൂട്ടുമെന്നാണ്. അഥവാ പണ്ഡിതന്മാർ പറഞ്ഞതരോ, അത് ആ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവർ ഖുർആനെ ഓതുന്നതാണ്. ആ ഖുർആന്റെ പ്രതിഫലം യതഅജ്ജലൂന എന്നാണ്. അവരെന്ത് ചെയ്യൂല? വലാ യതഅജ്ജലൂന, ആ പ്രതിഫലം അവർ നാളെ പരലോകത്തേക്ക് വേണ്ടി മാറ്റി വെക്കൂല. ദുന്യാവും തന്നെ ആ പ്രതിഫലം, അവർ ഓത്തിന്റെ പ്രതിഫലം അവർ സ്വീകരിക്കുന്ന ഒരു കൗമ് ശേഷം വരാനുണ്ട്. അവർക്ക് മുമ്പായിട്ട് നിങ്ങൾ ഖുർആനെ ഓതിക്കൊള്ളൂ എന്ന് പറയുമ്പം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ, അല്ലേ? നമ്മളെ ഖുർആൻ നല്ല പള്ളിയിലൊക്കെ നല്ല ഓത്താണ്. പക്ഷേ ആ ഖുർആൻ കേൾക്കുന്നവർ, ആ ഖുർആൻ ഓതുന്നവർ സഹോദരങ്ങളെ, അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ഹൃദയത്തെ ആ ഖുർആൻ സ്വാധീനിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇതിൽ പെടുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്നതോടൊപ്പം സഹോദരങ്ങളെ, അത് അമലാക്കി മാറ്റാൻ, അത് എൻ്റെ ജീവിതം കൊണ്ട്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിടുത്തെ പത്നിയോട്, നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട് സഹാബത്ത് വന്നിട്ട്, അല്ലേ? താബീങ്ങൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന്. അപ്പോൾ കാന ഖുലുഖുഹു ഖുർആൻ എന്നാണ് ആയിഷ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം ഖുർആനായിരുന്നു. എന്താ ഖുർആൻ എന്ന് പറഞ്ഞാൽ, ഖുർആൻ എന്തൊക്കെ പ്രേരിപ്പിച്ചോ അതൊക്കെ ചെയ്യും, ഖുർആൻ എന്തൊക്കെ കൽപ്പിച്ചോ അതൊക്കെ ചെയ്യും, ഖുർആൻ എന്തൊക്കെ വിരോധിച്ചോ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന, അതാണ് ഒരാളുടെ സ്വഭാവം, ഖുർആനാണ് എന്ന് പറയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അറിവ് നേടേണ്ട വലിയ സന്ദർഭങ്ങൾ, അറിവ് നേടേണ്ട വലിയ സാഹചര്യങ്ങളും എന്താണ് ആയുസ്സുമാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ ഇസ്ലാമിക ലോകത്ത് വലിയ പ്രശസ്തനായ ഒരു പണ്ഡിതനാണ് മുഹമ്മദ് ജരീർ ത്വബരി റഹ്മഹുല്ല, അല്ലെ? ഇമാം ത്വബരി നമ്മൾ പറയുന്ന എന്താണ് ഇബ്നു ജരീർ ത്വബരി എന്നറിയപ്പെടുന്ന തഫ്സീറുൽ ബയാൻ എന്ന വിശുദ്ധമായ ജാമിഉൽ ബയാൻ എന്ന വിശുദ്ധമായ തഫ്സീറിന്റെ ഗ്രന്ഥം രചിച്ച ആ അദ്ദേഹം സത്യത്തിൽ അദ്ദേഹം ത്വബരിസ്ഥാനിൽപ്പെട്ട ആളാണ്, ത്വബരിസ്ഥാൻകാരനാണ്. ത്വബരിസ്ഥാൻ നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടും. കാസ്പിയൻ കടലിന്റെ തീരത്തുള്ളൊരു നാടിനാണ് തബരിസ്ഥാൻ എന്ന് പറയാം. അത് പേർഷ്യയാണ്. അത് പേർഷ്യൻ, അറേബ്യ അല്ല, പേർഷ്യക്കാരനായ ഒരു മനുഷ്യൻ, അറബി അല്ലാത്തൊരു മനുഷ്യൻ. ഇന്ന് ഇസ്ലാമിക ലോകത്തെ ഏറ്റവും പ്രശസ്തമായ തഫ്സീർ എഴുതിയ ജാമിഉൽ ബയാൻ എഴുതിയത് ത്വബരിയാണ്. നോക്കി, 7ാമത്തെ വയസ്സിൽ ഹാഫിളായി. 7ാമത്തെ വയസ്സിൽ ഹാഫിളായി. 8ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇമാമായി നിന്നു എന്നാണ്. 9ാമത്തെ വയസ്സിൽ അദ്ദേഹം ഹദീസുകൾ പഠിക്കാൻ തുടങ്ങിയതാണ്. ആലോചിച്ച് നോക്കി, 40 വർഷക്കാലം ഖത്തീബുൽ ബാഗ്ദാദി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതുന്നുണ്ട്, 40 വർഷക്കാലം അദ്ദേഹം ബാഗ്ദാദിൽ പഠനമായി ചെലവഴിച്ചു എന്നാണ്. അതിൽ ഓരോ ദിവസവും 40 പേജ് അദ്ദേഹം എഴുതുമായിരുന്നാണ്. 40 വർഷം 40 പേജ് ഒരു ദിവസം എഴുതിയാൽ എത്ര പേജ് ഉണ്ടാവും സഹോദരങ്ങളെ? അന്നത്തെ കാലത്ത് ടൈപ്പ് ചെയ്യല്ല, വോയിസ് ടൈപ്പിംഗ് ഇല്ല, വെറുതെ എഴുതിണ്ടാക്കുക. പേന തന്നെ മഷിയിൽ മുക്കിയിട്ട് കോലുകൊണ്ടും കമ്പുകൊണ്ടും എഴുതി ഒരു ദിവസം 40 പേജ് എഴുതിയിരുന്നൊരു മനുഷ്യൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ചരിത്രത്തിലെ, അല്ലേ, ഏറ്റവും ചരിത്ര ഗ്രന്ഥം താരീഖുൽ മുലൂക്ക് എന്ന ഏറ്റവും വിഖ്യാതമായ ചരിത്ര ഗ്രന്ഥം എഴുതിയ ത്വബരിയാണ്. സഹോദരങ്ങളെ, ഇന്നും തബരി ഓർമ്മിക്കപ്പെടുകയാണ്. അതെന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? ആ അറിവ് കൊണ്ടാണ്. ഇതാ ഒരു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മളെന്താ പറയുക, നമ്മളെ നാട്ടിലെ പ്രശ്നം എന്താ വെച്ചാൽ, മാർക്കുള്ള ആൾക്കാരൊക്കെ നല്ല ഡോക്ടർ, എഞ്ചിനീയർ, പ്രൊഫഷണൽ കോഴ്സിന് വിടും. എന്നിട്ടോ മാർക്കില്ലാത്തവർ, അവിടെ അഡ്മിഷൻ കിട്ടാത്തവർ നമ്മൾ അറബി കോളേജിൽ കൊണ്ടാക്കണം. സഹോദരങ്ങളെ, മാറണം, അവസ്ഥ മാറണം. ദീനിനെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ മകൻ ദീൻ പഠിക്കണം, അവൻ ബ്രില്യൻ്റ് ആണെങ്കിൽ അവൻ ഖുർആൻ പഠിക്കണം, അവൻ ഹദീസ് പഠിക്കണം, അവൻ ദീൻ പഠിക്കണം, അവൻ പണ്ഡിതനാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. കാരണം ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്നവർ പണ്ഡിതന്മാരാണ് സഹോദരങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കി, അല്ലേ? എന്താണ് ഖാളി അബൂ യൂസുഫ്, ഹനഫി ലോകത്തെ ഏറ്റവും പ്രശസ്തനായ പണ്ഡിതനാണ് ഖാളി അബൂ യൂസുഫ്. അദ്ദേഹത്തിൻ്റെ ഉമ്മ ദാരിദ്ര്യം കാരണം ആ ചെറിയ കുട്ടിനെ തയ്യൽക്കാരൻ്റെ അടുത്ത് കൊണ്ടാക്കണം. നമുക്ക് പണ്ടത്തെ കാലത്ത് ഓർമ്മ ഉണ്ടാവും, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു, ഈ ടൈലർ അടുത്ത് എപ്പോഴും മൂലക്കൊരു ചങ്ങായി ഇങ്ങനെ കുടുക്കുന്ന കുത്തിരക്കുണ്ടാവും. ഇപ്പോൾ കാണാനില്ല, പറയില്ല, ഇപ്പം നമ്മളെ കാണാത്ത പണ്ടൊരു കുടുക്കുന്ന. അപ്പോൾ ആദ്യം കുടുക്കുന്ന തുന്നൊക്കെ, പിന്നെ ഓനെ കൊണ്ട് ഇസ്തിരി ഇടിച്ചു, പിന്നെ ഓനെ കൊണ്ട് ചെറിയ ആവശ്യമില്ലാത്ത ടവൽ ഇതൊക്കെ അടുപ്പിച്ചു, പിന്നെ ഓന് കുപ്പായം കൊടുക്കും, പിന്നെ കുപ്പായം അടിച്ചും, പിന്നെ ആർക്കും മാടാത്ത വല്യാപ്പാൻ്റെ കുപ്പായൊക്കെ ആദ്യം അടുപ്പിച്ചും, പിന്നെ ചെക്കന്മാരെ കുപ്പായം അടുപ്പിച്ചും, അങ്ങനെ ഓനങ്ങനെ ദറജിയുടെ കൊണ്ടുവരാം. പിന്നെയാണ് ഓന് പുതിയാപ്പളുടെ കല്യാണത്തിന് കടിച്ചിന കുപ്പായൊക്കെ ലാസ്റ്റാണ് ഓന് കൊടുക്കുക. അടിച്ചു കഴിഞ്ഞ് പിന്നെ കുറേ കാലം ഓന് വെട്ടാൻ കൊടുക്കും. അപ്പം അങ്ങനെ ചെറുപ്പത്തിൽ ഖാളി അബൂ യൂസുഫിനമ്മ ദാരിദ്ര്യം കാരണം ടൈലർ എടുത്ത് തുന്നാൻ വേണ്ടി കൊണ്ടാക്കുക. അപ്പോൾ അവിടെ മൂപ്പരിങ്ങനെ
ഉമ്മ ഒരു ശമ്പളമൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചു വന്നാൽ മാസം അവസാനം ശമ്പളം പെരേക്ക് വരുന്നില്ല. അപ്പോൾ ഉമ്മ പോയി നോക്കുമ്പോൾ എന്താ അറിയോ, ഉമ്മ പോയി നോക്കുമ്പോൾ പറഞ്ഞത് നിങ്ങൾ ചേർത്തി പോയിട്ട് പിന്നോട് വന്നിട്ടില്ല എന്ന് പറഞ്ഞ്. പിന്നെ എങ്ങനെ ശമ്പളം കിട്ടുക? അപ്പം ഉമ്മ പിറ്റേന്ന് ഓൻ്റെ പിന്നാലെ പോയി നോക്കണം. ഓൻ അറിയാതെ എങ്ങട്ടാപ്പി പോണ്, പള്ളിക്കാണ് പോണ്. അപ്പോൾ അവിടെ വലിയൊരു വയസ്സായ ആളവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. ആ ക്ലാസ്സിൽ മൂപ്പര് ഇരുന്ന് ഇങ്ങനെ പഠിക്കണം. അങ്ങനെ മോനെ ചെവി പിടിച്ചോടന്ന് കൊണ്ടുവന്നു എന്നാണ്. ചെവി പിടിച്ച് കൊണ്ടുവന്നപ്പോൾ ആ വയസ്സായ മനുഷ്യരാ അതാരാ നിങ്ങൾ? അത് അനഫീമാമാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ടായി കുട്ടീനെ കൊണ്ടുപോയി, കുട്ടി ദീൻ പഠിക്കല്ലേ ചോദിക്കും. ഓനെ ഞാൻ എൻ്റെ ദീൻ പഠിച്ചാലേ പെരയിൽ ചോറ് വേകൂല, എൻ്റെ ദീൻ പഠിച്ചാൽ പെരയിൽ ചോറ് വേകൂല, ഇത് നയിച്ചെന്നാൻ വേണ്ടി പറഞ്ഞയച്ച കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിർത്തിയിട്ട് ആ അമ്മാക്ക് വേണ്ട ശമ്പളം സ്വന്തം പോക്കറ്റിൽ നിന്ന് ഇമാം അബു ഹനീഫ് എടുത്തു കൊടുത്തിട്ട് ആ പൈസക്ക് ആ ഖാദി അബു യൂസുഫിനെ പഠിപ്പിക്കണം. എന്നിട്ട് ഒരു വാക്കും കൂടി പറയണ്ട അമ്മാനോട്, ഉമ്മ ഫാലൂദജ് കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെ മോൻ, കൊട്ടാരത്തിലെ ഫാലൂദജ് എന്ന് പറഞ്ഞാൽ ഫലൂഡമാരത്തെ സാധനമല്ല, അത് കൊട്ടാരത്തിൽ വിശേഷ ദിവസങ്ങളിൽ മാത്രം രാജാക്കന്മാരുണ്ടാക്കുന്ന ഒരു ഫുഡാണ് ഫാലൂദജ്. അത് കഴിക്കുന്നൊരവസ്ഥ ഈ മകന് വരും എന്ന് ഖാദി അബൂ യൂസുഫിനെ കുറിച്ച് ആ കുട്ടിയായിരിക്കുമ്പം അബൂ ഹനീഫ പറയണം. എന്നിട്ട് ഹാറൂൺ റഷീദിന്റെ ഭരണകാലത്ത് ഖാദി അബൂ യൂസുഫ് കൊട്ടാരത്തിലെ ഏറ്റവും വലിയ പദവിയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ആ കൊട്ടാരത്തിലെ വിരുന്നിൽ അപൂർവമായി വിടുന്ന ഒരു വലിയ ആ വിഭവം വിളമ്പുന്ന സന്ദർഭത്തിൽ ഖാദി അബൂ യൂസുഫ് ചോദിക്കേണ്ടത് ഇതിൻ്റെ പേരെന്താണെന്ന്. അപ്പോൾ പറയേണ്ടത് ഇതാണ് ഫാലൂദജ് എന്ന് പറഞ്ഞ സാധനം. അന്ന് ഇമാം അബൂ ഹനീഫ പറഞ്ഞ ഫാലൂദജ്, ഈവൻ വലുതായിട്ട് ഫാലൂദജ് കഴിക്കുമെന്ന് പ്രവചിച്ച ആ ഒരു സഹോദരൻ. അതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞെന്തറിയോ, ഇൽമു പഠിക്കുക എന്നുള്ളത് വളരെ വളരെ ഈ ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും ഹൈറായിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് നമ്മളെ മക്കളെ അല്ലെ, നിങ്ങൾക്ക് 5 മക്കളുണ്ടെങ്കിൽ ഒരാളെങ്കിലും നല്ല ഒരു മാർക്ക് കുറഞ്ഞുകൊണ്ടല്ല സഹോദരങ്ങളെ, മാർക്കുള്ള ബ്രില്യൻ്റായ SLCക്ക് നല്ല മാർക്കുള്ള, +2 നല്ല മാർക്കുള്ള ഒരാൾ ദീൻ പഠിക്കുന്നൊരു സാഹചര്യം. അതുകൊണ്ട് ദീൻ പഠിക്കുന്നവരൊക്കെ ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചത്, സെക്യുലറിസത്തിൻ്റെ ഒരു മോഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദീൻ പഠിക്കുന്നവർ, ശാസ്ത്രം പഠിക്കുന്നവരൊക്കെ മതനിരാസത്തിലേക്ക് പോവുക. ദീൻ പഠിക്കുന്നവർ വലിയ താടിയും വെച്ച് ബാൻഡും കയറ്റിക്കാണ്ട് ഓല് വേറെ ടീമായിട്ട്. അങ്ങനല്ല സഹോദരങ്ങളെ. ഇസ്ലാമിൻ്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അല്ലേ. അവർ ഇസ്ലാമിൽ ആദ്യത്തെ ഇംഗ്ലീഷ് ഖുർആൻ ട്രാൻസ്ലേഷൻ എഴുതിയ ആരാറിങ്ങൾ? അറേബ്യ നാട്ടിലേക്ക് മെഡിക്കൽ എഡ്യൂക്കേഷന് വേണ്ടി വന്ന, മെഡിസിൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് ബാഗ്ദാദിക്ക് വന്നൊരു മനുഷ്യൻ. ഇപ്പം നമ്മൾ റഷ്യയിൽ പോയാൽ MBBS പഠിച്ചാൽ പോയാൽ ആദ്യം റഷ്യ ഭാഷ പഠിക്കണം. ചൈനയ്ക്ക് MBBS പഠിച്ചാൽ പോയാൽ ആദ്യത്തെ കൊല്ലം ചൈനീസ് ഭാഷ പഠിക്കണം, എന്നിട്ട് MBBS പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ യൂറോപ്പിൽ നിന്ന് ബാഗ്ദാദിക്ക്, അറേബ്യയിലേക്ക് മെഡിസിൻ പഠിക്കാൻ വേണ്ടി വന്നിട്ട് അറബി പഠിച്ച ആളാണ് ആദ്യത്തെ ഇസ്ലാമിൻ്റെ ഇംഗ്ലീഷ് ഖുർആൻ ട്രാൻസ്ലേഷൻ എഴുതുന്ന സഹോദരൻ. അങ്ങനെ ഒരു കാലഘട്ടം ഇസ്ലാമിനുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ജാബിർ ബിൻ ഹയാനൊക്കെ വലിയ ശാസ്ത്രജ്ഞന്മാരെ, കെമിസ്ട്രിക്കൊക്കെ വലിയ ശാസ്ത്രജ്ഞന്മാരെ സംഭാവന നൽകിയ ഒരു കാലഘട്ടം ഇസ്ലാമിന് മുമ്പ് കഴിഞ്ഞ് അന്ന് ദീനുള്ളവരായിരുന്നു ദീനല്ലാത്ത ഭൗതികപരമായ ഇൽമുകൾ കൈകാര്യം ചെയ്തിരുന്ന അവസ്ഥ. നല്ല ദീനുള്ള മനുഷ്യൻ, ഖുർആൻ അറിയുന്ന, തഫ്സീർ അറിയുന്ന, ഹദീസ് അറിയുന്ന ശാസ്ത്രജ്ഞന്മാർ അന്നുണ്ടായിരുന്നു. ആ ഒരവസ്ഥയിലേക്ക് നമ്മളെ മക്കളെ ഉയർത്തിക്കൊണ്ടുവരണം എന്ന മെസ്സേജാണ് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സകല നന്മകളിലേക്കും വഴി നടക്കുന്ന, അതിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സകല തിന്മകളിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.